നമ്മൾ എഫേസ്യർ 3-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പ്രാരംഭമായിട്ട് കണ്ടു. അവിടെ ഒരു ദൈവത്തിന്റെ ജ്ഞാനം വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ വിഭവത്തെ കുറിച്ച് നമ്മൾ വായിക്കുക. ദൈവത്തിന്റെ ജ്ഞാനം ആരാണ്? യേശുക്രിസ്തു. എവിടെ അത് പറഞ്ഞിരിക്കുന്നേ? 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. നമ്മളിവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് 1 കൊരിന്ത്യരിലേക്ക് നമ്മൾ പോകുമ്പം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 24-30 വാക്യങ്ങളില് ദൈവത്തിന്റെ ജ്ഞാനം അത് അത് യഥാർത്ഥത്തിൽ യേശു തന്നെയാണ് ദൈവത്തിന്റെ ജ്ഞാനം. 1 കൊരിന്ത്യർ 1-ന്റെ 24-ാമത്തെ വാക്യത്തില് ജാതികൾക്ക് ഭോഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ദൈവത്തിന്റെ ശക്തി ആരാണ്? യേശുക്രിസ്തു. ദൈവത്തിന്റെ ജ്ഞാനം ആരാണ്? യേശുക്രിസ്തു. പിന്നെ 30-ാമത്തെ വാക്യത്തിലും നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ദൈവത്തിന്റെ പിതാവാം ദൈവത്തിന്റെ ആ ജ്ഞാനം അത് യേശുക്രിസ്തുവിലൂടെ അത് നമുക്ക് വെളിപ്പെട്ടു. ഇന്ന് ദൈവത്തിന്റെ ജ്ഞാനം നമുക്ക് വേണമെങ്കിൽ നമ്മൾ യേശുവിലേക്ക് നോക്കണം. യേശുവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ യേശു ശിരസ്സാണ്, യേശുവിന്റെ ശരീരം എന്താണ്? സഭയാണ്. അത് നമ്മളിപ്പോ ഇവിടെ എഫേസ്യർ 3 വായിക്കുന്നേ. എഫേസ്യർ 3-ന്റെ 10-ാമത്തെ വാക്യത്തില് അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങളും എന്ന ആ പദം അത് പിശാചിനെയും ഭൂതാത്മാക്കളെയും സൂചിപ്പിക്കുന്ന പദമായിട്ടാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നുവെച്ചാല് വീണുപോയ ദൂതന്മാർക്ക് പല വാഴ്ചകളും അധികാരങ്ങളും ആ ദൂതസഞ്ചയത്തിന് ഉണ്ട്. അപ്പൊ ആ റൂളേഴ്സ് ആൻഡ് അതോറിറ്റീസ്, പ്രിൻസിപ്പാലിറ്റീസ് ആൻഡ് പവേഴ്സ്, നമ്മള് അതേ പ്രയോഗം തന്നെ, ഈ വാഴ്ചകളും അധികാരങ്ങളുള്ള അതേ പ്രയോഗം തന്നെ ഇത് എഫേസ്യർ 6-12 നമുക്ക് കുറച്ചുകൂടെ പരിചയമുള്ള വാക്കായിരിക്കും അല്ലേ? നമ്മളവിടെ നമ്മുടെ പോരാട്ടം ആരോടാന്ന് പറയുന്നുണ്ട്. ഇത് എഫേസ്യർ 6-12 വാക്യത്തിൽ നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞാല് ജഡവും രക്തമുള്ളവരാരാ? മനുഷ്യര്. നമുക്ക് ഒരാളെന്ന് പറഞ്ഞാൽ അയാൾക്ക് ജഡമുണ്ട്, രക്തമുണ്ട്. അപ്പൊ നമ്മളുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞാൽ മനുഷ്യരോടല്ല, അതായത് അയൽവക്കത്തുകാരോടല്ല, നമ്മളുടെ ഓഫീസിൽ കൂടെ വർക്ക് ചെയ്യുന്നവരോടല്ല, നമ്മുടെ കൂടെ പഠിക്കുന്ന നമ്മുടെ കൊളീഗ്സിനോടല്ല. നമ്മളുടെ പോരാട്ടം ചിലർക്ക് ഭാര്യയോടും ഭർത്താവിനോടും ഒക്കെ ചിലർക്ക് പോരാട്ടമുണ്ട്. അപ്പൊ അതൊന്നും അല്ല. ചിലർക്ക് മക്കളോടായിരിക്കും, ചിലർക്ക് അപ്പനമ്മമാരോട് പോരാട്ടമായിരിക്കും, സഹോദരങ്ങളോട് പോരാട്ടമായിരിക്കും, അളിയനോട്, അമ്മായിയമ്മയോട്, മരുമകളോട്, അങ്ങനെയൊക്കെയുള്ള പല പോരടിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ എന്നാൽ യഥാർത്ഥത്തിലുള്ള ദൈവവേദന്റെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. അതേ പദപ്രയോഗം തന്നെ. അപ്പം റൂളേഴ്സ്, അതാ നമ്മളിവിടെ വായിക്കുന്നത്, against rulers, against the powers, against the world forces of darkness. അതാ നമ്മളിവിടെ വായിക്കുന്നത്. അതാ ഭൂതാത്മാക്കളെ, പിശാചിനെയും ഭൂതാത്മാക്കളെയും സൂചിപ്പിക്കുന്ന പദമാണ് ഈ വാഴ്ചകളും അധികാരങ്ങളും എന്നുള്ള പദം. ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും, ഈ അന്ധകാരം എന്ന് പറഞ്ഞ ഈ ലോകത്തിലുള്ള അധിപതികൾ, ഓരോ ലോകരാജ്യങ്ങളെ അടക്കി ഭരിക്കുന്ന മനുഷ്യരെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ചില യുദ്ധങ്ങളും പല പ്രക്ഷോഭങ്ങളും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുമൊക്കെ ഒരു ഭരണാധികാരികളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഭൂതാത്മാക്കളും പിശാചും ഒക്കെ ഉണ്ട്. അങ്ങനെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും. സ്വർലോകങ്ങളില് ദൈവം ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ പറയുന്നത് സ്വർലോകങ്ങളിലുണ്ട് ആരുണ്ടെന്നാ? ദുഷ്ടാത്മസേനയുണ്ട്. പിശാചിനെ സ്വർഗത്തിൽ നിന്ന് തള്ളിയിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മള് വെളിപാട് 12 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഈ സ്വർലോകങ്ങളിൽ എങ്ങനെ ദുഷ്ടാത്മസേന വന്നേ? അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നേ ബൈബിളിലെ 3 സ്വർഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തെ, നമ്മൾ ഈ കാണുന്ന ആകാശം, ഈ പ്രപഞ്ചത്തെ, വിസിബിൾ യൂണിവേഴ്സിനെ സ്വർഗമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മള് ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് 19-ാം സങ്കീർത്തനത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഹെവൻസ് ഡിക്ലെയർ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്, നമ്മൾ അങ്ങനെ ഒരു ഇംഗ്ലീഷ് ഹിമ്മോ ഉണ്ടല്ലോ. 19-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തില് ആകാശം, അതായത് ഹെവൻസ് എന്നുള്ള വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, സ്വർഗം എന്നുള്ള വാക്ക്. അപ്പൊ ആ 1-ാം സ്വർഗം എന്ന് പറയുന്നത്
നമ്മൾ ഈ കാണുന്ന വിസിബിൾ യൂണിവേഴ്സ്, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അതുപോലെ തന്നെ 8-ാം സങ്കീർത്തനത്തിലും ഈ ഒരു കാര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. when I consider the heavens, 3-ാമത്തെ വാക്യം, സങ്കീർത്തനം 8 3-ാമത്തെ വാക്യം, 8-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യം, നിന്റെ വിരലുകളുടെ പണിയായി ഈ ആകാശത്തെയും. ഷമായി എന്ന് പറഞ്ഞ അതേ ഇബ്രായ പദമാണ് ഈ സങ്കീർത്തനം 8-3, സങ്കീർത്തനം 19-1 ഒക്കെ ഷമായി, ഷാമിയാന എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഷമായി എന്ന് പറയുന്ന ഒരു ഇബ്രായ പദം ഉപയോഗിച്ചിരിക്കുന്നത്, സ്വർഗവും ആകാശവും എന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന പദം. ഞാൻ എന്തോ വലിയ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞു വരുമല്ലോ, വളരെ സിമ്പിളായിട്ട് വളരെ പ്രായോഗികമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ദൈവത്തിന്റെ ജ്ഞാനത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു വരുമോ. അപ്പൊ ദൈവത്തിന്റെ ജ്ഞാനം അത് വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അത് വെളിവാകണമെന്ന് പറയുമ്പോൾ ഈ വാഴ്ചകളും അധികാരങ്ങളും എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എഫേസ്യർ 6:12 ഒന്ന് പോയി. അപ്പൊ സ്വർലോകങ്ങളിലുള്ള ദുഷ്ടാത്മസേന എന്ന് നമ്മൾ വായിക്കുമ്പോൾ ആ സ്വർഗത്തില് ദൈവം ഉണ്ടെന്ന് നമുക്കറിയാം. ഇവിടെ ദുഷ്ടാത്മസേന ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവിടെ 3 സ്വർഗങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ വചനത്തിൽ വായിക്കുന്ന കാര്യം നമ്മൾ ഇതിനു മുമ്പൊക്കെ നമ്മുടെ റെവലേഷൻ ബൈബിൾ സ്റ്റഡിയിലൊക്കെ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എങ്കിലും നമ്മള് വീണ്ടും വീണ്ടും പറയുന്നത് കാര്യങ്ങളെല്ലാം ഒന്നുകൂടെ ഉറയ്ക്കാനും നമുക്ക് എല്ലാ കാര്യങ്ങളുടെ വ്യക്തത വരുവാനും ഒക്കെ സഹായിക്കുമല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ സങ്കീർത്തനം 19-1 കണ്ടു. സങ്കീർത്തനം 8-3 നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും സ്വർഗത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ വിസിബിൾ യൂണിവേഴ്സിനെ അല്ലെങ്കിൽ ഈ കാണപ്പെടുന്ന പ്രപഞ്ചത്തെ സ്വർഗം എന്ന് ബൈബിളിൽ വിവക്ഷിക്കുന്നുണ്ട്, ബൈബിളിൽ അങ്ങനെ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ അത് 1-ാം സ്വർഗം. പിന്നെ 3-ാം സ്വർഗത്തിലേക്കാണ് പൗലോസ് എടുക്കപ്പെട്ടതായിട്ട് നമ്മള് 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ, കൊരിന്ത്യ ലേഖനം 2-ാമത്തെ കൊരിന്ത്യ ലേഖനം നമ്മളെല്ലാം നമ്മൾ അതിന്റെ കൂടെ ബൈബിളില് റെഫറൻസസ് ഒക്കെ എടുക്കുകയും എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവുമല്ലോ. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തില് അവിടെ പൗലോസ് പറുദീസയിലോട്ട് എടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ പറുദീസയെ 3-ാം സ്വർഗം എന്നാണ് അവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തില് അവിടെ എന്റെ കൃപ നിനക്ക് മതി, ആ ജഡത്തിലെ ശൂലത്തെ കുറിച്ചൊക്കെ പറയുന്ന രംഗമാണ്. അവിടെ അതിന്റെ ആദ്യത്തെ വാക്യങ്ങൾ, അതിന്റെ 2-ാമത്തെ വാക്യത്തില് ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അത് പൗലോസിനെ കുറിച്ച് തന്നെ പറയുന്നത് പിന്നെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും. അവൻ 14 വർഷം മുമ്പേ എന്ത് പറ്റി? 3-ാം സ്വർഗത്തോളം. അപ്പം അറ്റ്ലീസ്റ്റ് എത്ര സ്വർഗം ഉണ്ടെന്ന് മനസ്സിലായി? 3 സ്വർഗങ്ങളെങ്കിലും ഉണ്ട്. അതാ വചനത്തിൽ 3-ാം സ്വർഗത്തോളം. 1-ാം സ്വർഗം നമ്മളിപ്പം കണ്ടു, എന്താ ഈ കാണപ്പെടുന്ന പ്രപഞ്ചമാണ് 1-ാം സ്വർഗം. നമ്മള് സങ്കീർത്തനം 19-1, സങ്കീർത്തനം 8-3 ഒക്കെ കണ്ടു. പിന്നെ ഇവിടെ 3-ാം സ്വർഗത്തെ കുറിച്ച് പറയാം. 3-ാം സ്വർഗം എന്താണെന്ന് തന്നെ താഴോട്ട് പറയുന്നുണ്ട്. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ ഒന്നും അറിയുന്നില്ല. ഇത് പൗലോസ് 3-ാം സ്വർഗത്തോടെ എടുക്കപ്പെട്ടപ്പോൾ പൗലോസിന്റെ മനുഷ്യ ശരീരം ഈ ഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്നോ അതോ അങ്ങ് ശരീരത്തോടെ അങ്ങ് എടുക്കപ്പെട്ടാണെന്നൊന്നും പൗലോസിന് അത്ര വ്യക്തതയില്ല. അതുപോലെയൊക്കെയുള്ള അതീന്ദ്രിയമായ ചില വെളിപ്പാടുകള് പൗലോസിന് ദൈവം നൽകുകയാണ് ചെയ്യുന്നത്. അതിന്റെ ആ സന്ദർഭമൊക്കെ നമ്മൾ ചരിത്രപരമായിട്ട് നോക്കുമ്പോൾ പൗലോസ് അപ്പോസ്തല പ്രവൃത്തികളില് അതുപോലെ പീഡനം അനുഭവിക്കുന്ന ആ ഒരു സമയത്താണ്. ഇപ്പൊ ഈ 2 കൊരിന്ത്യർ എഴുതുന്നതിന്റെ 14 സംവത്സരം മുമ്പ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പൗലോസിനെ നഗരത്തിന് പുറത്തേക്ക് വലിച്ചു കൊണ്ടുവിട്ട് മരിച്ചുപോയെന്ന് വിചാരിച്ച് അവരങ്ങ് ഉപേക്ഷിച്ചെന്നൊക്കെ പറയുന്ന ഒരു രംഗമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 14-ാം അധ്യായമാണെന്ന് എന്റെ ഓർമ്മ. അവിടെ ആ ഒരു സമയത്താണ് ഈ ഒരു വെളിപ്പാടുണ്ടായിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ സയൻസ് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് അത്രമാത്രം അതുപോലെ ഒരു പീഡനത്തിലൂടെ കടന്നുപോയപ്പോൾ കർത്താവ് ഒരു ഉത്സാഹത്തിനായിട്ട് നിനക്കൊരു ഫ്രീ ട്രിപ്പ് ടു ഹെവൻ. ഇപ്പൊ ഈ ചില കമ്പനിക്കാരൊക്കെ പെട്ടെന്ന് ഫ്രീ ട്രിപ്പ് ടു സിംഗപ്പൂർ, മലേഷ്യ, തായ്ലൻഡ്, എന്താ വേറെ നേപ്പാളും കൂട്ടാൻ നമുക്ക് വേണ്ട, ഇവിടെ പ്രക്ഷോഭം നടക്കുന്നു. ഫ്രീ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വളരെ സന്തോഷമുള്ള കാര്യമാണ് ലോകക്കാർക്ക്. എന്നാൽ ഇവിടെ കർത്താവ് എന്ത് ചെയ്തു? പെട്ടെന്നൊരു ഫ്രീ ട്രിപ്പ് ടു പാരഡൈസ്, പർദീസിലേക്ക് പെട്ടെന്നൊരു ഫ്രീ ട്രിപ്പ് ഒക്കെ അയച്ച് തന്റെ ഭക്തനെ കുറച്ചുകൂടി വെളിപ്പാടുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അതുപോലുള്ള കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്, ശാരീരികമായിട്ടുള്ള അതുപോലുള്ള പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലും വെളിപ്പാടുകൾ നൽകാൻ. ഇപ്പൊ നമ്മൾ ദൈവത്തിന്റെ ജ്ഞാനം വെളിപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞു വരിക. വെളിപ്പാടുകൾ നമുക്ക് എപ്പോഴാണ് ലഭിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മള് വളരെ സുഖമാനായിട്ട് ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ലാതിരിക്കുമ്പോ എനിക്ക് എല്ലാം അറിയാമെന്ന് ചിന്തിക്കുന്ന സമയത്ത് നമുക്കൊരു വെളിപ്പാടും ഇല്ല, മണ്ണാങ്കട്ടേ ഇല്ല. എന്നാൽ യഥാർത്ഥത്തിൽ ചില കഷ്ടങ്ങളിലൂടെ, ചില ഞെരുക്കങ്ങളിലൂടെ,
ചില നമ്മുടെ ജഡം, നമ്മുടെ സ്വന്തം ഹിതം അത് ഉടയ്ക്കപ്പെടുന്ന ചില സാഹചര്യങ്ങളിലൂടെ, ക്രഷിങ് എക്സ്പീരിയൻസിലൂടെ പോകുമ്പോഴാണ് ആ ജഡമാകുന്ന തിരശ്ശീല ഒന്ന് ചീന്തപ്പെടുമ്പോഴാണ് ആ അതിപരിശുദ്ധ സ്ഥലത്തെ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നുള്ള ഒരു ചില വെളിപ്പാടുകൾ യേശുവിന്റെ സ്വഭാവത്തെക്കുറിച്ചും യേശുവിന്റെ ഭാവത്തെക്കുറിച്ചും യേശു കർത്താവായിരുന്നു എങ്കിൽ ഈ ഒരു സാഹചര്യത്തില് എങ്ങനെ പെരുമാറുമായിരുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ ഒക്കെ ചിന്തിക്കുന്ന ഒരു കാര്യം ഇവിടെ പറഞ്ഞെന്ന് വെച്ചാൽ എന്താ, ദൈവത്തിന്റെ ജ്ഞാനം നമ്മളിൽ വെളിപ്പെടാനായിട്ട് ദൈവം ആഗ്രഹിക്കുവാണ്. അത് വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും വെളിപ്പെടുത്തണം. ആഴ്ചകൾ അധികാരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് പിശാചിനെയും ഭൂതാത്മാക്കൾക്കും ഒക്കെ ദൈവത്തിന്റെ ജ്ഞാനം ദൈവസഭയിലൂടെ, യേശുവാണ് ആ ജ്ഞാനം എന്ന യേശുവിന്റെ ശരീരം എന്ന് സഭയാണ്, നമ്മളാണ് അതിലെ അവയവങ്ങൾ. ഈ യേശുവിലൂടെ, ദൈവത്തിന്റെ ജ്ഞാനമായ യേശുവിലൂടെ ഈ ജ്ഞാനത്തെ അത് ആർക്കാ വെളിപ്പെടുത്തേണ്ടതെന്ന് വെച്ചാൽ പിശാചിനും ഭൂതാത്മാക്കൾക്ക് വെളിപ്പെടുത്തണം. അപ്പൊ പിശാചും ഭൂതാത്മാക്കളും സ്വർലോകങ്ങളിൽ ഇങ്ങനെ എത്തി എന്നുള്ള കാര്യം നമ്മളിപ്പോ പറഞ്ഞു വരുന്നത്. അപ്പൊ ഒന്നാം സ്വർഗം കണ്ടു, മൂന്നാം സ്വർഗം കണ്ടപ്പം മൂന്നാം സ്വർഗത്തിലേക്ക് പൗലോസ് ഏത് സമയത്താണ് പൗലോസിന് ആ വെളിപ്പാട് കിട്ടിയെന്ന് ചോദിച്ചാല് അതുപോലെയുള്ള ചില പ്രയാസത്തിന്റെ, ഇപ്പൊ എന്റെ ജീവിതത്തിൽ എനിക്ക് തിരിഞ്ഞോക്കിയതറിയാം, അതുപോലെയുള്ള ചില ബ്രേക്കിംഗ് എക്സ്പീരിയൻസസ്, വല്ലാതെ പ്രയാസം ഉണ്ടാക്കുന്ന ചില സാഹചര്യങ്ങളില്ല യേശുവിനെ എനിക്ക് കൂടുതൽ വെളിപ്പെട്ട്, കൂടുതൽ പ്രഷ്യസായിട്ട്, കൂടുതലായിട്ട് അങ്ങനെ ആ ഒരു ദൈവം അങ്ങനെ ഒരു നോട്ടത്തിലൂടെ നടത്തി കൊണ്ടുവരുമ്പം പിന്നെ അപ്പാരന്റ്ലി പ്രകടമായിട്ട് വലിയ പ്രയാസവും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്തും അതിവിശുദ്ധ സ്ഥലത്ത് തന്നെ യേശുവിന്റെ ആ ദർശനം, യേശുവിന്റെ ആ വെളിപ്പാട് നമുക്ക് തുടർമാനമായിട്ട്, അതായത് എപ്പോഴും ദൈവം കഷ്ടം തന്നതിനെ വെളിപ്പാട് തരണമെന്നില്ല, എന്നാൽ അതുപോലെയൊക്കെയുള്ള ചില കഷ്ടങ്ങളിലൂടെ കടത്തി വിടുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലന് വെളിപ്പാട് പുസ്തകം വെളിപ്പാടായിട്ട് എപ്പോഴാണ് കിട്ടിയത്? ഫ്രീ ട്രിപ്പ് ടു പത്മോസ് കിട്ടിയപ്പോഴാണ്. പത്മോസിൽ 90 വയസ്സിലേറെ ഉള്ള ഒരാള്, ഇപ്പൊ നമ്മുടെ ജഗബോധ തന്നെ 86 വയസ്സേ ആവുന്നുള്ളൂ, അല്ലേ? 86 വയസ്സാവാൻ പോവുക. ഓക്കെ, അപ്പൊ 85 വയസ്സ് ബ്രദറിന്റെ നമുക്ക് ആ ബ്രദറിന്റെ ശാരീരിക അവസ്ഥ അറിയാം. അപ്പൊ 90-ലേറെ വയസ്സുള്ള ഒരാള് ഒറ്റയ്ക്ക് ഒരു ഊഷര ഭൂമിയിലേക്ക്, ഒരു ദ്വീപിലേക്ക്, ഐലൻഡിലേക്ക് പറഞ്ഞു വിടുവാന്നിരിക്കട്ടെ, എങ്ങനെ ഇരിക്കും? എത്ര കഷ്ടമായിരിക്കും. ഒരു മാനസികമായിട്ട് എന്തെങ്കിലും പരിഗണന ഉള്ളവർക്ക് പോലും ഇതൊരു മനുഷ്യാവകാശ കമ്മീഷനെ കേസ് എടുത്തില്ലല്ലോ. അന്ന് നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും ഇല്ലായിരുന്നു. ക്രിസ്ത്യാനികളെ അതുപോലെ പീഡനത്തിലൂടെ കടത്തിവിടുന്ന സമയമാകും. അതും അദ്ദേഹത്തെ തിളയ്ക്കുന്ന എണ്ണയിൽ നിന്ന് ദൈവം തിളയ്ക്കുന്ന എണ്ണയിലോട്ട് അവർ ഇട്ടതാണെന്ന ചരിത്രം പറയുന്നത്. അങ്ങനെ രക്തസാക്ഷി ആവേണ്ടതായിരുന്നു. എന്നാൽ ദൈവം അത്ഭുതമായിട്ട് രക്ഷിച്ചു. ഇനിയും കുറച്ചുകൂടി വെളിപ്പാടുകൾ ഇവർ നൽകി സഭയ്ക്ക് ഒരു പുസ്തകം കൂടെ എഴുതി കൊടുക്കാനുണ്ട്. അതുകൊണ്ട് നീ തിളയ്ക്കുന്ന എണ്ണയെന്നൊക്കെ ഇങ്ങനെ കോരിയെടുത്ത്, ഈ നമ്മൾ ഉപ്പേരിയൊക്കെ കോരിയെടുക്കുകയാണെങ്കിൽ ദൈവം അവിടുന്ന് കോരിയെടുത്ത് പത്മോസ് ദ്വീപിലേക്ക് കൊണ്ടുവന്ന് ഇട്ടു. അവിടെ ആ ഒരു അതുപോലുള്ളൊരു പ്രയാസമുള്ള, അപ്പൊ എങ്ങനെ ഭക്ഷണവും വെള്ളവും എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ ആ ഒരു സമയത്ത് താന് പരാതിയിലും പിറുപിറുപ്പിലുമായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ആത്മവിവശതയിലായിരുന്നു എന്ന് പറഞ്ഞാൽ ആത്മാവിലായിരുന്നു, പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത നിറവിലായിരുന്നു. അങ്ങനെ 10 ദിവസത്തില് യേശുവിനെ കേട്ടു, ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശുവിന്റെ ആ മഹത്വം കാണുന്നു. ഭാവിയെ കുറിച്ചുള്ള പല പ്രവചനങ്ങളും നമ്മുടെ ജീവിതത്തില് ദൈവത്തിന്റെ വലിയ വെളിപ്പാടുകളും വലിയ ആശ്വാസവും വലിയ വലിയ ദൈവത്തിന്റെ കരുതലും ഒക്കെ നമ്മൾ അനുഭവിച്ചറിയുന്ന ചില പ്രയാസങ്ങളുടെ, പിന്നെ രോഗങ്ങൾ, പീഡകൾ ജീവിതത്തിൽ വന്നപ്പോൾ ഞാൻ ക്രൂശിലെ സ്നേഹത്തെ ദൂതന്മാർക്ക് അവലായി നിന്നപ്പോൾ നമ്മൾ പാടി ആ ഒരു ജീവിത സായാഹ്നത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുന്ന കാര്യമൊക്കെ നമ്മൾ പാട്ടിന്റെ കൂടെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. നമ്മൾ അതിന്റെ പ്രിന്റൗട്ട് ആരോ കണ്ട് എഴുതിയ ഒരു ഒരു എക്സെപ്റ്റ് ആണ്. എവിടെയോ ആരാ എഴുതിയെന്ന് അറിയത്തില്ല. ജീവിത സായാഹ്നത്തിലൂടെ നമ്മൾ തിരിഞ്ഞ്, ജീവിത സായാഹ്നം എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ അവസാനത്തോളം അടുക്കുമ്പോൾ നമ്മൾ വാർദ്ധക്യത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ കാൽപ്പാടുകളൊക്കെ കാണുന്നുണ്ട്. അവിടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ചില സമയത്ത് കർത്താവ് 2 കാൽപ്പാടേ കാണുന്നു. അയ്യോ, ഇപ്പൊ എന്നെ കർത്താവ് തനിച്ചു വിട്ടോ എന്ന് കർത്താവിനോട് ചെയ്യുമ്പോൾ കർത്താവ് പറയും, ഞാൻ എന്നെ അപ്പോഴായിരുന്നു താങ്ങി പിടിച്ച് താലോലിച്ച് മാർബോട് ചാരി ഞാൻ എന്നെ ആശ്വസിപ്പിച്ച് വഴി നടത്തി എന്ന് കർത്താവ് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പല കർത്താവിന്റെ സ്നേഹത്തിന്റെ വെളിപ്പാടുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് എപ്പോഴാണ് ലഭിക്കുന്നു? ചില പ്രയാസത്തിലൂടെ. അപ്പൊ പത്മോസ് ദ്വീപില് യോഹന്നാനെ വെളിപ്പാട് കിട്ടി. ഇവിടെ പൗലോസ് അതുപോലെ മരണകരമായ ആ ഒരു അവസ്ഥയിലൂടെ പോകുമ്പോഴാണ് പൗലോസിന് 3-ാം സ്വർഗത്തിലേക്കുള്ള ഫ്രീ ട്രിപ്പ് കിട്ടി. അപ്പൊ നമ്മൾ 3-ാം സ്വർഗം അപ്പം 3-ാം സ്വർഗം നമ്മൾ 2-ാമത്തെ വാക്യത്തിൽ വായിച്ചു. അത് കഴിഞ്ഞിട്ട് എന്താ, ശരീരം കൂടാതെയോ എന്ന് അറിയുന്നില്ല, ദൈവം അറിയുന്നു, ദൈവത്തിന് അറിയത്തുള്ളൂ. 3-ാമത്തെ വാക്യം
രണ്ട് കൊരിന്ത്യർ, നമ്മുടെ കറന്റ് ലൊക്കേഷൻ എവിടെ? രണ്ട് കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ആ മനുഷ്യൻ, അതിന്റെ 3-ാമത്തെ വാക്യം, രണ്ട് കൊരിന്ത്യർ 12-ന്റെ 3-ാമത്തെ വാക്യം, ആ മനുഷ്യൻ പറുദീസയോടെ എടുക്കപ്പെട്ടു. അപ്പൊ ആ പറുദീസ, ദൈവത്തിന്റെ പാരഡൈസ്, പറുദീസയാണ് ഈ 3-ാം സ്വർഗം എന്ന നമ്മളവിടെ വായിച്ചത്. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ, അപ്പം 1-ാം സ്വർഗം ഈ വിസിബിൾ യൂണിവേഴ്സ്, കാണുന്ന പ്രപഞ്ചം. 3-ാം സ്വർഗം ദൈവത്തിന്റെ പറുദീസ. അപ്പൊ ഈ 1ഉം 3 സ്വർഗം ഉണ്ടെങ്കിൽ പിന്നെന്തുണ്ട്? 2-ാം സ്വർഗമുണ്ട്. പിന്നെ ഈ സ്വർഗലോകങ്ങൾ എന്ന് പറയുമ്പോൾ ഈ 2-ാം സ്വർഗത്തിലാണ്, അതായത് നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിനും ദൈവത്തിന്റെ പറുദീസയായ 3-ാം സ്വർഗത്തിനും ഇടയിൽ എവിടെയോ ആണ് എന്തുള്ളത്? 2-ാം സ്വർഗമുള്ളത്. ആ 2-ാം സ്വർഗത്തിലാണ് ഈ ദുഷ്ടാത്മ സേനയുള്ളത്. ആ ദുഷ്ടാത്മ സേനയ്ക്ക് എന്ത് വെളിപ്പെടുത്തണം? നമുക്ക് തിരിച്ച് എഫേസ്യ ലേഖനത്തിലേക്ക് വരാം. എഫേസ്യ ലേഖനത്തില് ദൈവത്തിന്റെ ഹൃദയത്തിന് ആഗ്രഹം, തന്റെ ജ്ഞാനമായിട്ടുള്ള, തന്റെ വചനമാകുന്ന, തന്റെ ജ്ഞാനമാകുന്ന ക്രിസ്തു, ആ ക്രിസ്തു ഭൂമിയിൽ വന്നു. ക്രിസ്തു തന്റെ ശരീരമാകുന്ന, തന്റെ കാന്തയാകുന്ന സഭയെ സമ്പാദിച്ചു. ഈ സഭയിലൂടെ, യേശുവിലൂടെ ദൈവത്തിന്റെ ജ്ഞാനം ഭൂമിയിൽ 33 വർഷക്കാലം വെളിപ്പെട്ടു. 33 വർഷക്കാലം ദൈവത്തിന്റെ നിറവ്, ആ ഒരു കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് യേശു ഭൂമിയിലൂടെ നടന്നപ്പോൾ ദൈവത്തിന്റെ ജ്ഞാനം എന്താണ്? ദൈവം എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? ദൈവത്തിന്റെ ജ്ഞാനം എന്നുള്ള വാക്കിന്റെ അർത്ഥം ഓരോ സമയത്തും എങ്ങനെ ചിന്തിക്കണം, സംസാരിക്കണം, പ്രവർത്തിക്കണം എന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതാണ് ദൈവത്തിന്റെ ജ്ഞാനം, സിമ്പിളായിട്ട് പറഞ്ഞാൽ. എന്നുവെച്ചാൽ ഓരോ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ സാഹചര്യങ്ങളെ നോക്കിക്കണ്ട് നമ്മൾ എങ്ങനെ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ വേണ്ടത്. അതാ ദൈവത്തിന്റെ ജ്ഞാനം. ഓരോ സമയത്ത് ഇപ്പൊ ഒരു പ്രയാസമുള്ള ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഒരു തീരുമാനം എടുക്കണം, അതാ ദൈവത്തിന്റെ ഒരു ജ്ഞാനം. എങ്ങനെ അവിടെ ചിന്തിക്കണം, എങ്ങനെ ആ കാര്യങ്ങളെ നോക്കിക്കാണണം, അതാ ദൈവത്തിന്റെ ജ്ഞാനം. പല പ്രയാസങ്ങളോ പല പ്രതികൂലങ്ങളോ അല്ലെങ്കിൽ പ്രയാസങ്ങളോ പ്രതികൂലങ്ങളോ ഒന്നും പ്രകടമായിട്ട് ഇല്ലാതിരിക്കുന്ന സമയത്തും ദൈവം ആഗ്രഹിക്കുന്ന പോലെ നമ്മൾ ചിന്തിക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ദൈവത്തിന്റെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ. ഓരോ സമയത്ത് എങ്ങനെ പ്രായോഗികമായിട്ട് കാര്യങ്ങളെ എങ്ങനെ സംസാരിക്കണം, ചെയ്യണം, തീരുമാനങ്ങൾ എടുക്കണം, അത് ദൈവത്തിന്റെ ജ്ഞാനം. ആ ദൈവത്തിന്റെ ജ്ഞാനം യേശുവിന് വെളിപ്പെട്ടതുപോലെ ഇന്ന് ഈ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിലൂടെ ആർക്ക് വെളിപ്പെടണം? ഈ 2-ാം സ്വർഗത്തിലുള്ള ദുഷ്ടാത്മ സേനയ്ക്ക് വെളിപ്പെടണമെന്നായി പറഞ്ഞു വന്നത്. നമ്മൾ എഫേസ്യർ 6:12 നമ്മൾ വായിച്ച് തീർത്തായിരുന്നു. എഫേസ്യർ 6:12 നമ്മൾ ഇങ്ങനെ വായിച്ച് അവിടെ എന്താ? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ രോഗാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അപ്പൊ നമ്മൾ ഈ ഇന്ന് മനുഷ്യരോട് പോരടിച്ചുകൊണ്ടിരിക്കുക. ഒരു തർക്കിക്കുകയും വാദിക്കുകയും ഓരോ കാര്യങ്ങളും തർക്കവും വാദവും കൂടാതെ ചെയ്യണമെന്ന ഫിലിപ്പിയർ 2:14-15 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. ഡു എവറിത്തിങ് വിത്തൗട്ട് കംപ്ലൈനിങ് ഓർ ഡിസ്പ്യൂട്ടിങ് ഓർ ഗ്രംബ്ലിങ് ഓർ മർമറി. ഒരു പരാതിയും വെറുപ്പ്, എന്നോട് അങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനോട് അങ്ങനെ ചെയ്തു, എന്നെ കുറിച്ച് അങ്ങനെ ചെയ്തു, അവരെനിക്ക് പാര വെച്ചു, അങ്ങനെ നമ്മൾ ബാക്കിയുള്ള ആൾക്കാരോട് ചിലപ്പോൾ നമ്മൾ പുറമേ ഇരുന്ന് പോരടിക്കുന്നില്ലായിരിക്കും, എന്നാൽ നമ്മുടെ മനസ്സിലായിരിക്കും പോരടിക്കുന്നത്. ഓരോരുത്തർക്ക് ഉറക്കത്തില് ഇങ്ങനെ പോരടിക്കുന്നിങ്ങനെ ചിലർ ഈ കൺസൾട്ടേഷൻ വരുമ്പോൾ ഡോക്ടറെ ഇവരാണെങ്കിൽ ഉറക്കത്തിൽ കിടന്ന് ഗുസ്തി പിടിക്കും എന്ന് വെച്ചാൽ പകല് മുഴുവൻ കിടന്ന് ഗുസ്തി പിടിച്ചു, ഇവർ രാത്രി ഉറക്കത്തിൽ അനിയനോടോ ചേട്ടനോടൊക്കെ ഭയങ്കര ഗുസ്തി പിടിക്കുന്ന ചില സോംനാംബുലിസം, സോംനിലോക്കി എന്നൊക്കെ ഇങ്ങനെ ഉറക്കത്തിൽ സംഭവിക്കുന്ന ചില പാരാസോംനിയാസിനെ കുറിച്ചൊക്കെ അങ്ങനെയൊക്കെയുള്ള ചില അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ചിലർ ഉറക്കത്തിൽ ഇങ്ങനെ പല്ല് കടിക്കും, ബുക്ക് സിസ്റ്റം എന്നൊക്കെ പറയും. ഞാൻ അഞ്ചയ്ക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ വെച്ചാൽ അതുപോലെയൊക്കെയുള്ള പോരാട്ടങ്ങൾ നടക്കുക പലരുടെയും മനസ്സിൽ. അവരിങ്ങനെ പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറയാൻ പോവുകയാണ്, ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറയും, ഞാൻ ആരാണ്, എന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്നോട് ഇങ്ങനെ ചെയ്തു, എന്റെ കുടുംബത്തെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. അങ്ങനെ ആ ഒരു ഭയങ്കര പോരാട്ടമാണ്. അപ്പൊ അങ്ങനെ പോരാട്ടം നമ്മുടെ ജഡരക്തങ്ങളോട് പോരാടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ആരോട് പോരാടാൻ ഒക്കത്തില്ല? ഈ പിശാചിനോട് പോരാടാൻ ഒക്കത്തില്ല. പണ്ട് സൈൻബേർ പറഞ്ഞൊരു ഉദാഹരണം, അതായത് പണ്ട് നമ്മുടെ കേരള ചർച്ചിൽ തന്നെ CFC ചർച്ചിൽ ഒരു വലിയൊരു സ്പ്ലിറ്റ് 2001-ലോ 2002-ലോ മറ്റോ നടന്നതിന് ശേഷം എന്തോ ഒരു കാര്യം, കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പേരിങ്ങനെ പറഞ്ഞു, നമ്മള് മനുഷ്യർക്കെതിരെ അല്ല, അവരാണ് ഇവരാണ്, അങ്ങനെ മനുഷ്യർക്കെതിരെ അല്ല നമ്മുടെ പോരാട്ടം. ഇപ്പൊ നമുക്കൊരു തോക്കുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യർക്കെതിരെ ഇങ്ങനെ ചൂണ്ടിക്കൊണ്ടിരുന്ന ഇത് പിശാചിനെതിരെ കൊണ്ടാൽ തോക്കൊന്നുമില്ല. പക്ഷെ നമ്മള് മനുഷ്യർക്കെതിരെ അവരാണ് ഇതിന് കാരണം, ഇവരാണ് ഒന്നുമല്ല, നമ്മൾ മനുഷ്യർക്കെതിരെ അല്ല, ഇത് പിശാചാണ് എന്തെങ്കിലുമൊക്കെ ചില
സ്പ്ലിറ്റോ കാര്യങ്ങളോ ഒക്കെ കൊണ്ടുവരുമ്പോൾ അത് പിശാചിന്റെ ഒരു പ്രവൃത്തി, പിശാചിന്റെ മേലെയാണ് നമ്മൾ തോക്കിൽ കൊള്ളേണ്ടത്. നമ്മൾ മനുഷ്യരോട് പോരടിച്ചുകൊണ്ടിരുന്ന വാദിക്കുന്ന നിങ്ങൾ അങ്ങനെയാണ് അങ്ങനെയാണ് അതാണ് നിങ്ങൾ കാരണം അത് കാരണം ഇതാണെന്ന് പറഞ്ഞ് നമ്മൾ മനുഷ്യരെ വിരളി കൊണ്ടിരുന്ന ഇപ്പൊ ചിലപ്പം വീട്ടില് നമുക്ക് പിശാചിനോട് പോരടിക്കാൻ സാധിക്കാത്തതിന്റെ കാരണം എന്താ? ഹസ്ബൻഡും വൈഫും ഒന്നായിരിക്കണമെന്നാ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ സഭയിലൂടെ ദൈവത്തിന്റെ ജ്ഞാനം വെളിപ്പെടാൻ പറയുമ്പോൾ ആദ്യം അത് കുടുംബത്തിലൂടെ വെളിപ്പെടണം അല്ലേ? ഹസ്ബൻഡും വൈഫും ഒന്നായിരിക്കുന്നത് ശരിക്കും പറഞ്ഞ ദൈവത്തിന്റെ ജ്ഞാനമുള്ള ഒരു ഹസ്ബൻഡിനും വൈഫിനുമേ ഒന്നായിരിക്കാൻ ഒക്കത്തുള്ളൂ. ദൈവത്തിന്റെ ജ്ഞാനം ഇല്ലാത്തവർ എന്ത് ചെയ്യും? അടിക്കുകയോ ഇടിക്കുകയോ തൊഴിക്കുകയോ ചവിട്ടുകയോ, ചിലപ്പം ആക്ഷരികമായിട്ട് ചെയ്യത്തില്ലായിരിക്കും, പക്ഷെ വാക്കുകൊണ്ടായിരിക്കും ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ എന്തെങ്കിലും വഴക്കും പ്രശ്നങ്ങളും, ദൈവത്തിന്റെ ജ്ഞാനം എങ്ങനെയുള്ള ജ്ഞാനമാണെന്ന് നമ്മൾ യാക്കോബിൽ വായിക്കുന്നത്. നമുക്ക് പലർക്കും അറിയാവുന്ന വാക്യം എങ്കിലും നമ്മളത് ഒന്നുകൂടെ വായിക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ ആഴത്തിലേക്ക് പോകാമല്ലോ. യാക്കോബിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തില് അവിടെ ജ്ഞാനം, ദൈവത്തിന്റെ ജ്ഞാനം വെളിപ്പെടുത്തുന്ന കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. ദൈവത്തിന്റെ ജ്ഞാനം സഭയിലൂടെ വെളിപ്പെടണമെങ്കിൽ ആദ്യം നമ്മളിൽ ആ ജ്ഞാനം നിറഞ്ഞാലേ നമ്മുടെ കുടുംബത്തിൽ ആ ജ്ഞാനം, നമ്മുടെ കുടുംബത്തിലൂടെ നമ്മളുടെ വീടിനെ നോക്കിയിട്ട് ഈ ഹസ്ബൻഡും വൈഫും എങ്ങനെ അവര് ഒന്നായിരിക്കുന്നു എന്ന് കണ്ട് പിശാചി നീ ലജിച്ച് തല താഴ്ത്തുക എന്ന് കർത്താവിനെ നോക്കി പറയാൻ ഒക്കും. അങ്ങനെയുള്ള കുടുംബങ്ങൾ ചേർന്ന് വരുമ്പം ഈ സഹോദരങ്ങൾ എങ്ങനെ ഒന്നായിരിക്കുന്നു. ഇവര് യഹൂദനും ജാതിയും പോലെയുള്ളവരാ, പക്ഷേ ഇവര് പല വ്യത്യസ്തമായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർ. എന്നാൽ അവര് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരാ. അവര് ക്രിസ്തുവിൽ എത്ര ഒന്നായിരിക്കുന്നുവെന്ന് ആ സഭയെ നോക്കി ദൈവത്തിന് പറയാൻ കഴിയണം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് യാക്കോബ് 3-ാം അധ്യായത്തില് അവിടെ അതിന് 17-ാമത്തെ വാക്യത്തില് എത്ര കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജ്ഞാനത്തിനെ കുറിച്ച് പറയുമ്പോൾ എത്ര കാര്യങ്ങൾ പറയുന്നുണ്ട്? 7 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ജ്ഞാനത്തിന് 7 പില്ലേഴ്സ് ഉണ്ട്, 7 തൂണുകളുണ്ടെന്ന് എവിടെ പറഞ്ഞിരിക്കുന്നത്? യാക്കോബ് 3:17 7 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് 7 തൂണുകളാണെന്ന് സദൃശ്യവാക്യം 9:1 നമ്മൾ വായിക്കുന്നുണ്ട്. സാക്ബാന്റെ ഒരു ലേഖനം തന്നെ ഉണ്ട്, 7 പില്ലേഴ്സ് ഓഫ് വിസ്ഡം എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നമ്മള് ഇവിടെ ഒരു വിരൽ വെച്ചുകൊണ്ട് നമ്മള് വചനം ഒരു കീബോർഡ് മാതിരിയാണല്ലോ. നമ്മൾ ഒരിടത്ത് വിരൽ വെച്ചുകൊണ്ട് മറ്റേടത്ത് വിരൽ വെച്ച് കാര്യങ്ങളെ കോർത്തിണക്കി പോകണമല്ലോ. അപ്പം സദൃശ്യവാക്യം 9-ാം അധ്യായത്തില് നമ്മൾ നോക്കുവാണെങ്കിൽ വിസ്ഡം, ജ്ഞാനമായവൾ തനിക്ക് ഒരു വീട് പണിതു. കഴിഞ്ഞ ദിവസം മേരി സിസ്റ്റർ വീട് പണിത് നമ്മളെല്ലാം വീട്ടിലൊക്കെ പോയെന്ന് പറഞ്ഞതുപോലെ ജ്ഞാനമായവൾ ഒരു വീട് പണിതു. വീട് പണിയുമ്പം എന്ത് വേണം? പില്ലേഴ്സ് ആൻഡ് ബീംസിൽ വീട് പണിത നല്ല ഉറപ്പായിരിക്കും അല്ലേ? ആ പില്ലറുകളും ബീമുകളും. അപ്പൊ ഇവിടെയുള്ള 7 പില്ലർ, ഇപ്പൊ ഇങ്ങോട്ട് നോക്കിയാൽ നോക്കുക, അവിടെ ഒരു പില്ലർ, ഇവിടെ ഒരു പില്ലർ. അല്ല, ഈ പില്ലറൊന്നും ഇല്ലാതെ ഇതെല്ലാം കൂടെ ഇടിഞ്ഞു വിളിച്ച് നമ്മുടെ തലമുണ്ടയ്ക്ക് വീണേ. അപ്പൊ പില്ലർ, അപ്പൊ ജ്ഞാനത്തിന്റെ പില്ലർ, ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ പില്ലറുകൾ എന്താണെന്നുള്ള കാര്യമാണ് നമ്മളിവിടെ വായിക്കുന്നത്. എന്താ അവിടെ ഒരു ജ്ഞാനം എന്ന് പറഞ്ഞാല് ഞായറാഴ്ച വരുന്നതിന് മുമ്പ് ശനിയാഴ്ച രാത്രിയിൽ നേരത്തെ കിടന്നുറങ്ങി, നന്നായിട്ട് കിടന്നുറങ്ങി രാവിലെ വരികയാണെങ്കിൽ ഇവിടെ വരും മാത്രം ഉറക്കം വരുത്തുകയില്ല എന്നുള്ളതാണ് ഒരു ജ്ഞാനത്തിന്റെ ഒരു വശം. എന്നിട്ട് നമ്മുടെ രാത്രിയിൽ നന്നായിട്ട് 8 മണിക്കൂർ നന്നായിട്ട് കിടന്നങ്ങ് ഉറങ്ങി അതുപോലെ നന്നായിട്ട് ശനിയാഴ്ച രാത്രി അതുപോലെ നന്നായിട്ട് റെസ്റ്റ് എടുത്തിട്ട് വരുവാണെങ്കിൽ രാവിലെ നമുക്ക് അത്ര ഉറക്കം വരുത്തുകയില്ല എന്നുള്ളതാണ് ധ്യാനത്തിന്റെ ഒരു വശം. അപ്പൊ പിന്നെ ബാക്കിയുള്ള വശങ്ങൾ എന്തൊക്കെയാണ്? സദൃശ്യവാക്യം 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ജ്ഞാനമായവൾ തനിക്കൊരു വീട് പണിതു, അതിന് 7 തൂൺ തീർത്തു. ഈ 7 തൂൺ എവിടെ? എന്ത് 7 തൂണെന്ന് പറഞ്ഞാൽ അവിടെ യാക്കോബ്, കർത്താവിന്റെ സഹോദരനായ യാക്കോബ്, ഇവിടെ പിന്നീട് അപ്പോസ്തലനായി മാറിയ യാക്കോബ് 3:17 അവര് യാക്കോബ്, യോഹന്നാൻ യാക്കോബ്, പത്രോസ് എന്നുള്ള ആ യാക്കോബ് അല്ല, ആ യാക്കോബ് അപ്പോസ്തലപ്രവൃത്തികൾ 12-ാം അധ്യായത്തിൽ ശിരച്ഛേദം ചെയ്യപ്പെട്ടു. എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അപ്പോസ്തലനായിട്ട് നമ്മൾ ഗലാത്യ ലേഖനത്തിലൊക്കെ റെഫർ ചെയ്യുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ആ യാക്കോബിനെ കുറിച്ച് തന്നെ പറയുന്നത് സഭയ്ക്ക് അവനൊരു തൂണാന്നുള്ള രീതിയിൽ നമ്മൾ ഗലാത്യരിൽ വായിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ യാക്കോബിൽ ഒരു വിരൽ വെച്ചുകൊണ്ട് ഗലാത്യരിലോട്ട് പോയാൽ നിങ്ങൾ എന്നോട് തെറിവിക്കുമെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ ഗലാത്യർ അവിടെ യാക്കോബിനെ കുറിച്ച് പറയുന്ന ആ ഒരു ഭാഗം ഗലാത്യർ 2-ാം അധ്യായത്തില് നമ്മളിവിടെ കാണുന്നുണ്ട്. അതെ, എൻ്റെ 9-ാമത്തെ വാക്യം. ഗലാത്യർ ഇവിടെ യാക്കോബ് തൂണിനെ കുറിച്ച് എഴുതുക. ഇപ്പൊ യാക്കോബ് ഒരു തൂണായിരുന്നു എന്നുള്ള കാര്യമാണ് ഇവിടെ ഗലാത്യർ 2:9 എനിക്ക് ലഭിച്ച കൃപ, അതായത് പൗലോസിന് ലഭിച്ച കൃപ അറിഞ്ഞും കൊണ്ട് കൃപ മനസ്സിലാക്കിക്കൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിൽ. അപ്പൊ സഭയുടെ തൂണുകളായിട്ട് എണ്ണപ്പെട്ടവരായിരുന്നു ആര്? ഈ യാക്കോബും കേഫാവ് എന്ന് പറഞ്ഞ പത്രോസും യോഹന്നാൻ അപ്പോസ്തലനും. അപ്പൊ ഒരു യാക്കോബ് പോയപ്പോൾ ദൈവം വേറൊരു യാക്കോബിനെ അവിടെ കൊണ്ടുവന്നു.
എന്താ അതെ യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം എനിക്കും ഭരണവാസനും കൂട്ടായ്മയുടെ വലം കൈതെന്നും ദരിദ്രരെ ഞങ്ങൾ ഓർത്തുകൊള്ളണമെന്ന് പറയുകയും ചെയ്തു എന്നുള്ളൊരു കാര്യം നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സഭയുടെ തൂണായിട്ട് എണ്ണപ്പെട്ടിരുന്ന ആ യാക്കോബ് പിന്നെ ജ്ഞാനത്തിന്റെ തൂണിനെ കുറിച്ച്, ജ്ഞാനത്തിന്റെ 8 തൂണുകളെ കുറിച്ച് യാക്കോബിനെ അപ്പോസ്തലൻ എന്ന് വിളിക്കാൻ പോകുന്നുള്ളത് ഇതേ ഗലാത്യർ 1:19 പറയുന്നത്. എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറൊരുത്തിനെയും കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ യാക്കോബിനെ അവിടെ അപ്പോസ്തലനായിട്ട് തന്നെ പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ റെഫർ ചെയ്തിരിക്കുന്നത് ഗലാത്യർ 1:19. അപ്പൊ നമ്മൾ തിരിച്ച് യാക്കോബ് 3:17 നമ്മൾ പോകുമ്പോൾ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, അപ്പം ദൈവത്തിന്റെ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ആർക്ക് മാനിഫെസ്റ്റഡ് ആവണം, ആർക്ക് പ്രത്യക്ഷപ്പെടണം? ദുഷ്ടാത്മസേനയ്ക്ക്, പിശാചികൾക്ക്, പിശാചിനും ഭൂതാത്മാക്കൾക്കും എല്ലാം നമ്മുടെ ജീവിതം കണ്ടിട്ട് എന്റെ ജ്ഞാനം കണ്ടു, എന്റെ ജ്ഞാനമുള്ള ഒരു സഹോദരൻ, എന്റെ സഹോദരി, ജ്ഞാനമുള്ള ഒരു കുടുംബം, ജ്ഞാനത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ, ജ്ഞാനത്തിൽ വളർന്നു വരുന്ന ആ ഒരു സഭ എന്ന് കർത്താവിന് കായംകുളം സഭയെ നോക്കി പറയാൻ സാധിക്കുന്നുണ്ടോ? അതോ ഇത് ജ്ഞാനമില്ലാതെ ഉറക്കം തൂങ്ങിയിരിക്കുവാണോ? അല്ലെങ്കിൽ അവര് ഇങ്ങനെ സമയം വേസ്റ്റ് ചെയ്യുവാണോ? അവര് വേറെ പല കാര്യങ്ങളുടെ ഒരു ഐക്യതയില്ലാതെ ഒരു യോജിപ്പില്ലാതിരിക്കുകയാണോ? ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ? ജ്ഞാനത്തിന്റെ പ്രത്യേകത അവിടെ ആ തൂണുകൾ, 7 തൂണില് 1ാമത്തെ തൂണ് നിർമ്മലമായിരിക്കും. ദൈവത്തിന്റെ ജ്ഞാനം നിർമ്മലതയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്, പ്യുവറാണ്, പരിശുദ്ധി. നമ്മള് ദൈവത്തിന്റെ ആ ഒരു പരിശുദ്ധി നമ്മളിത് കാണുന്നു, ഇത് വായിക്കുന്നു, നമ്മൾ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, വാട്സപ്പ്, യൂട്യൂബ്, പത്രം വായിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മളുടെ മനസാക്ഷിയെ മലീമസപ്പെടുത്തുന്ന ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ട് രസിക്കാനോ വായിച്ച് രസിക്കാനോ ഒക്കെ ഉള്ള ഒരു ജഡവ നമുക്കുള്ളത്. അവിടെ അവിടുത്തെ ജ്ഞാനം എന്താ? യൗവനമോഹങ്ങളെ വിട്ടോടുവിൻ എന്നുള്ളതാ 2 തിമോഥെയോസ് 2:22 ഉള്ള ദൈവത്തിന്റെ ജ്ഞാനം. നിങ്ങൾ ദുർനടപ്പ് വിട്ടോടുവിൻ 1 കൊരിന്ത്യർ 6:18. അതുപോലെ തന്നെ എതിർ ലിംഗത്തിൽപ്പെട്ടുള്ളവരോടുള്ള ഒരു ആരോഗ്യകരമായ ഒരു അകലം പാലിക്കുന്ന ഒരു കാര്യം, ഹെൽത്തി ഡിസ്റ്റൻസ് വിത്ത് ഓപ്പോസിറ്റ് ജെൻഡർ. അവിടെ അത് ജ്ഞാനം. അത് പുരുഷനായാലും സ്ത്രീ ആയാലും കുഞ്ഞുങ്ങളായിരുന്നാലും അവരെ ആ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞ് ആരെങ്കിലും നിങ്ങളെ അങ്ങനെ അവസരത്തോടാനോ വന്ന് പെട്ടെന്ന് നോ പറഞ്ഞ് അവിടെ മാറിപ്പോകണം, അല്ലെങ്കിൽ അവിടെ ഒച്ച വെക്കണം, സമ്മതിക്കരുത്, അങ്ങനെ എന്തെങ്കിലും ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നൊക്കെ പറഞ്ഞ് ഈ സൈക്കോളജി ക്ലാസ്സും കാര്യങ്ങളൊക്കെ പലർക്ക് കൊടുക്കും എന്ന് വിക്ടർ പേര് പറഞ്ഞതുപോലെ ഗുഡ് ടച്ചും ബാഡ് ടച്ചും അല്ല, നോ ടച്ച് എന്ന് വെച്ചാൽ നമ്മുടെ ഗുഡ് ടച്ച് എന്ന് പറഞ്ഞ് ഇവിടെ തൊടുന്നത് ഗുഡ് ടച്ച് എന്ന് പറഞ്ഞാൽ നോ ടച്ച്, സ്ത്രീയെ തൊടാതിരിക്കുന്നത് നല്ലതെന്നാണ് 1 കൊരിന്ത്യർ 7:1 ദൈവത്തിന്റെ ജ്ഞാനം. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഒക്കെ. അപ്പൊ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, ഒന്നാമത് അത് നിർമ്മലമായിരിക്കും, നമ്മളതിനെ നിർമ്മലതയിൽ സൂക്ഷിക്കാനുള്ള, നമ്മളിപ്പം അതുപോലെയൊക്കെയുള്ള പല അങ്ങനെയൊക്കെയുള്ള ഓപ്പോസിറ്റ് ജെൻഡറിൽപ്പെട്ടുള്ള ആൾക്കാരുമായിട്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള സ്വഭാവ വൈകൃതങ്ങളുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഇടപെടുമ്പോൾ ഇതുപോലെ ജ്ഞാനത്തോടെ ആ ഒരു ദൈവത്തിന്റെ ജ്ഞാനത്തോടെ കാര്യങ്ങളെ കാണുന്ന ഒരു കാര്യം. ജ്ഞാനം ചിലര് ചാറ്റ് ചെയ്യാൻ വരും, ചിലര് ചീറ്റ് ചെയ്യാൻ വരും, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏതിന് റിപ്ലൈ ചെയ്യണം, ഏതിന് റിപ്ലൈ ചെയ്യരുത്, ഏത് ബ്ലോക്ക് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ദൈവത്തിന്റെ ജ്ഞാനം ഒന്നാമത് നിർമ്മലമായിരിക്കും, പിന്നെ ശണ്ടയിടുന്നതായിരിക്കും. അതാണ് സമാധാനം. അതാണ് നമ്മൾ വായിക്കുന്നത്. അതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. ഒരു കുടുംബത്തില് ജ്ഞാനമുള്ള ഒരു സഹോദരനും സഹോദരിയും, ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും ആണെങ്കിൽ അവിടെ എപ്പോഴും ശണ്ടയും ബഹളമായിരിക്കും. അങ്ങനെയാണോ? അല്ല, തിരിച്ച് അവിടെ സ്തോത്രവും സ്തുതിഘോഷവും നീതിമാന്മാരുടെ കൂടാരത്തിലെ ജയത്തിന്റെ ഘോഷം ഉണ്ടായിരിക്കും എന്നൊക്കെ നമ്മൾ സങ്കീർത്തനങ്ങളിലൊക്കെ വായിക്കുന്നത്. അപ്പൊ അവിടെ സമാധാനം ഉണ്ടായിരിക്കും, പീസബിൾ. എങ്ങനെയാ പീസ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു. ഇന്നലെ ചിലര് വന്നില്ല, അവരോട് ഞാൻ പിന്നീട് കണക്ക് ചോദിക്കുന്നുണ്ട്. അതായത് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഓരോരുത്തരെയും എന്താണ് കാരണം കാണിക്കൽ നോട്ടീസൊക്കെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം പീസബിൾ, സമാധാനം. 2 പേരും കൂടെ ശബ്ദം ഉണ്ടാക്കിയ ശണ്ട വരും. ഒരാളെങ്കിലും ഒന്ന് താണു കൊടുത്താൽ അറ്റ്ലീസ്റ്റ് കുറച്ച് കാറ്റ് കിട്ടും, വീശുമ്പോൾ കാറ്റ് കിട്ടും. ഒരാൾ താണു കൊടുത്തു, 2 പേരും ഒന്ന് താണു കൊടുത്താൽ അവിടെ സമാധാനം മാത്രമല്ല, അവിടെ കൂട്ടായ്മയുണ്ട്. ഫൈറ്റ്, പീസ്, ഫെലോഷിപ്പ്, 3 ലെവൽ. ഇവിടെ
ഏത് നിലയിലായിരിക്കും നമ്മുടെ കുടുംബം. അത് ആ ഒരു സമാധാനത്തോടൊപ്പം ഒരാളിപ്പം തന്നെ വഴിയിൽ തന്നെ ഒരാളിപ്പം നമ്മൾ കാർ ഓടിച്ചു പോകുന്നു, ബൈക്കിൽ, അല്ലെങ്കിൽ പലയിടത്തു നിന്നൊക്കെ ചിലർ നമ്മളോട് തർക്കിക്കാനും വാദിക്കാനൊക്കെ വരുന്നു. അവിടെ ദൈവത്തിന്റെ ജ്ഞാനമില്ലാതെ തിരിച്ച് നമ്മൾ കിടന്ന് എന്തെങ്കിലും ബഹളം വെച്ച് ടിറ്റ് ഫോർ ടാറ്റ്, ഉരുളയ്ക്ക് ഉപ്പേരിയും ഉരുളയ്ക്ക് ഉപ്പേരി ശർക്കരയൊക്കെ കൊടുത്ത് അവസാനം ആൾക്കാരെ ഫ്ലാറ്റായിട്ട് ഇങ്ങനെ വീട് കിടക്കുന്നത് ആ ദരിദ്രം എന്ന് പറയുന്ന രീതിയിൽ പത്രവാർത്തകളൊക്കെ വരുന്നതിന്റെ കാരണം എന്താ? ഇവർ ഉരുളയ്ക്ക് ഉപ്പേരി ശർക്കരയൊക്കെ കൊടുക്കാൻ നിന്നുണ്ട്. പക്ഷെ മറിച്ച് ജ്ഞാനത്തോടെ ആണ് നമ്മളത് ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ഫാമായിട്ട് പറയുന്നു. പക്ഷെ എങ്കിലും നമ്മളൊരു പ്രകോപനപരമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നതോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും ചിലപ്പം കൂടുതൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ആ ഒരു പീസബിൾ, സമാധാനവും ശാന്തതയും, ശാന്തതയും സമാധാനവും ശാന്തതയും, പിന്നെന്താ അനുസരണവും ഉള്ളതും, റീസണബിൾ. റീസണബിൾ എന്നുള്ളത് NASBയിലെ ട്രാൻസ്ലേഷൻ ശരിക്കും പറഞ്ഞാൽ അത്ര കറക്റ്റ് ട്രാൻസ്ലേഷൻ അല്ല. പക്ഷെ മലയാളത്തിലെ ട്രാൻസ്ലേഷൻ അവിടെ കുറച്ചുകൂടെ കറക്റ്റ്. അനുസരണവും ഉള്ളത്. NASBയിലെ ട്രാൻസ്ലേഷൻ എന്തുകൊണ്ട് അവർ റീസണബിൾ എന്ന് എഴുതിയെന്ന് ഞാൻ NASBയുടെ ട്രാൻസ്ലേറ്റേഴ്സിനെ കാണുവാണെങ്കിൽ എനിക്കൊന്ന് ചോദിക്കണം. എന്ന് വെച്ചാൽ അതിന്റെ ഗ്രീക്ക് വാക്ക് യുപ്പത്തേസ് എന്ന് പറഞ്ഞൊരു വാക്കാണ്. ഈസിലി ഒബേയിങ്, കംപ്ലയന്റ്. KJVയിൽ ഈസി ടു ബി എൻട്രീറ്റഡ് എന്നൊക്കെയാണ് അതിന്റെ റൂട്ട് വേർഡൊക്കെ വരെ ഞാൻ നോക്കിയിട്ടുണ്ട്. NKJVയിലും വില്ലിംഗ് ടു ഈൽഡ് എന്ന. യു എന്ന് പറഞ്ഞാൽ ആക്ടിങ് വെൽ, യൂത്തൈമിയ, യൂത്തൈറോയ്ഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. നോർമൽ തൈറോയ്ഡ്, യൂത്തൈറോയ്ഡ് എന്ന് പറയും. ഹൈപ്പോ തൈറോയ്ഡ് അല്ല, ഹൈപ്പർ തൈറോയ്ഡ് അല്ല, യൂത്തൈറോയ്ഡ് പറഞ്ഞാൽ യു എന്ന് പറയുന്നത് EU എന്ന് പറഞ്ഞാൽ ആക്ടിങ് വെൽ എന്നൊക്കെ ഉള്ളതാ. പെയ്തോ എന്ന് പറഞ്ഞാൽ ടു ബി പെർസ്വേഡഡ്, ട്രസ്റ്റ്, ഹാവ് കോൺഫിഡൻസ്. അത് ആ ഒരു അനുസരണത്തെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു വാക്ക്. അപ്പൊ യുപ്പത്തേസ് എന്ന് പറഞ്ഞാൽ ഈസിലി ഒബേയിങ്, അനുസരണം ഉള്ളത്. മലയാളം സത്യവ്രതത്തിന്റെ ട്രാൻസ്ലേഷൻ ആണ്. NASBയിലെ ട്രാൻസ്ലേഷന് കേട്ടിട്ട് കറക്റ്റ്. NASB ട്രാൻസ്ലേഷൻ റീസണബിൾ എന്നുള്ള വാക്ക് അങ്ങനെ ഒരു അർത്ഥം ശരിയാണ്. ജ്ഞാനം റീസണബിൾ ആണ്, അത് ശരി തന്നെ. പക്ഷെ എങ്കിലും ഗ്രീക്കിൽ അങ്ങനെ ഒരു വാക്കല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്ക് മറ്റേ NASBക്കാർ എന്തുകൊണ്ട് അങ്ങനെ ട്രാൻസ്ലേറ്റ്? KJV NKJVയിലും മലയാളത്തിലെ പോലെ തന്നെ വില്ലിംഗ് ടു ഈൽഡ് ഈസിലി, അതായത് അനുസരണം ഉള്ളതും, ആ ഒരു കീഴടങ്ങുന്ന, ആ ഒരു റിബില്യൻ, ആ ഒരു ഇംഗുലാം, സിദ്ധാബാദ്, എല്ലാവരും പ്രക്ഷോഭവും ആ ഒരു മത്സരവും കാര്യങ്ങളും ഒക്കെ അല്ല. അപ്പൊ അങ്ങനെ പ്രക്ഷോഭ മത്സരമൊക്കെ ജ്ഞാനമില്ലാത്തവരുടെ കാര്യങ്ങളാണ്. നമ്മൾ അവരുടെ ചെന്ന് നിങ്ങൾക്ക് ജ്ഞാനമില്ലാത്തവരുടെ നിങ്ങൾ കൊടി പിടിക്കണമെന്നും പറയരുത് എന്ന്. അത് ജ്ഞാനമില്ലാത്ത കാര്യമെന്ന് വെച്ചാൽ അവരെ പ്രകോപിപ്പിക്കുന്നത് അവരുടെ അടിയുള്ളൂ. പിന്നെ അവർക്ക് ദൈവത്തിന്റെ ജ്ഞാനമില്ലാത്തതുകൊണ്ട്, അവർക്ക് മനുഷികമായിട്ടുള്ള വലിയ ജ്ഞാനവും PhD ഒക്കെ കാണും. പക്ഷെ ദൈവത്തിന്റെ ജ്ഞാനമില്ലാത്തതുകൊണ്ട് അവര് മത്സരിക്കാനും ബഹളം വെക്കാനും ഒക്കെ പോകുന്നത്. അപ്പം സമാധാനവും ശാന്തതയും അനുസരണം, അപ്പം നിർമ്മലമാണ് സമാധാനവും ശാന്തതയും അനുസരണവും ഉള്ളതും, കരുണ നിറഞ്ഞതായിരിക്കും. ഫുൾ ഓഫ് മേഴ്സി. ആ ഒരു പ്രയാസത്തിലിരിക്കുന്നവരോട് ഒരു കരുണ, ദൈവത്തിന്റെ ജ്ഞാനത്തോടെ ഉള്ള ഒരു കരുണ. അത് ജ്ഞാനമില്ലാതുള്ള ഒരു കരുണയില്ല. എന്തെങ്കിലും നമുക്ക് ഉള്ളതെല്ലാം കൂടെ ആർക്കെങ്കിലും ഒക്കെ എടുത്തു കൊടുത്തിട്ട് അയ്യോ എനിക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞ് പിന്നെ നാളെ നമ്മൾ തെണ്ടാൻ നടക്കുന്നത് ദൈവത്തിന്റെ ജ്ഞാനമില്ലാത്ത അവസ്ഥയാണ്. എന്ന ജ്ഞാനത്തോടെ ഉള്ള ഒരു കരുണ, ജ്ഞാനത്തിലുള്ള ഒരു ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തരുന്നതനുസരിച്ച് നമുക്ക് എത്ര കൊടുക്കാനുണ്ട്, അല്ലെങ്കിൽ എത്ര നമുക്ക് ഈ കാര്യത്തിൽ ചെയ്യാനൊക്കും എന്ന നമ്മൾ ആ ഒരു ദൈവത്തിന്റെ ആ ഒരു മനസ്സറിഞ്ഞ് ദൈവത്തിന്റെ കരുണയോടെ ഉള്ളത്. അപ്പൊ കരുണ നിറഞ്ഞതായിരിക്കും. പിന്നെ അപ്പൊ നിർമ്മലം, സമാധാനവും ശാന്തതയും ഒറ്റ ഇതായിട്ട് വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, സോറി. സമാധാനം എന്നുള്ളത് രണ്ടാമത്തെ. പിന്നെ ശാന്തത എന്നുള്ളതാണ് ജെന്റിൽ. കർത്താവിന്റെ ശാന്തത, ആ ഒരു ശാന്തത, സൗമ്യത, ജെന്റിൽ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. മത്തായി 5:4 വാക്യം. ലോകപ്രകാരം പറഞ്ഞാൽ സൗമ്യതയുള്ളവർ ഏറ്റവും മോശപ്പെട്ടവര്, അവർക്കുള്ള ഭൂമി കൂടെ ആൾക്കാർ അടിച്ചു മാറ്റിക്കൊണ്ടുപോകും. എന്നാൽ കർത്താവ് പറയുന്നത് എന്താ? സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവരെ യഥാർത്ഥത്തിൽ ഭൂമിയെ അവകാശമാക്കുന്നത്. അവർക്ക് വേണ്ടതൊക്കെ ദൈവം ഇവിടെ കൊടുത്തോളും. പിന്നെ 1000 വർഷക്കാലം ഭരണത്തില് നമുക്ക് ദൈവം ഭൂമിയെ ഭരിക്കാനായിട്ട് കർത്താവിന്റെ കൂടെ ഭരിക്കുന്നവരാരായിരിക്കും? വഴക്കും കേസും ഒക്കെ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഭൂമി അടിച്ചെടുക്കുന്നവർ, വിശ്വാസികൾ എന്ന് പറയുന്ന ആൾക്കാർ തന്നെ കള്ളക്കേസൊക്കെ കൊടുത്ത് ഓരോന്നൊക്കെ ചെയ്തു. വിശ്വാസികളെ അല്ലെന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ അറിയാം. പക്ഷെ എങ്കിലും അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇതൊക്കെ വിശ്വാസികളാണ്, ഇവർക്ക് ലോകക്കാരെക്കാട്ടിലും മോശമാണല്ലോ എന്നുള്ള കാര്യം നമുക്ക് തോന്നും. അപ്പൊ അതൊക്കെ സൗമ്യത ഇല്ലാത്തവർ. അപ്പം പിന്നെ സൗമ്യത ഉള്ളവര് ഇന്ന് ചിലപ്പം നമുക്ക് കിട്ടേണ്ടുന്ന നമ്മള് ചില കാര്യങ്ങളില് അതുപോലെ ചില വഴക്കിനും പ്രശ്നത്തിനൊന്നും പോകാത്തത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ കിട്ടേണ്ട ഓഹരിയൊക്കെ ചിലപ്പോൾ കുറച്ച് കുറഞ്ഞൊക്കെ ആയിരിക്കാം ചിലപ്പോൾ കിട്ടിയിരിക്കുന്നത്. എന്നാൽ അവിടെ
കർത്താവ് 1000 വർഷക്കാലം ഈ ഭൂമിയെ ഭരിക്കുമ്പോൾ നമുക്ക് ഈ വേണ്ടുന്നതെല്ലാം ദൈവം ധാരാളം അന്ന് നമ്മളതെല്ലാം ഭരിക്കുന്നവരായിരിക്കും. നമ്മൾ ഇന്നും ജയിക്കുന്നവരാണെങ്കിൽ, ഇന്ന് വഴക്കിട്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവിടെ മുലക്കിരിക്കുക. അപ്പം അതാ പ്യോർ, നിർമ്മലവും സമാധാനവും ശാന്തതയും അനുസരണവും ഉള്ളതും കരുണ നിറഞ്ഞത്, സൽഫലം നിറഞ്ഞത്, ഫുൾ ഓഫ് ഗുഡ് ഫ്രൂട്ട്സ്. ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലം ഒക്കെ നമുക്ക് അറിയാം. സ്നേഹം, സന്തോഷം, സമാധാനം, ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്, ദീർഘക്ഷമ, പേഷ്യൻസ്, കൈൻഡ്നസ്, ദയ, കൈൻഡ്നസ്, ഗുഡ്നസ്, പരോപകാരം, നന്മ. പിന്നെന്താ? ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്, കൈൻഡ്നസ്, ഗുഡ്നസ്, ഫെയ്ത്ത് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്, വിശ്വസത, വിശ്വാസം, ജെന്റിൽനെസ്, സെൽഫ് കൺട്രോൾ, സൗമ്യത, ഇന്ദ്രിയജയം. ഗലാത്യർ 5:22-23 വാക്യങ്ങളിൽ പറയുന്ന ആ ഒരു ദൈവത്തിന്റെ ആ ഒരു കഥാന്റെ സ്വഭാവം ചുരുക്കി പറഞ്ഞ അതാണ് ഗുഡ് ഫ്രൂട്ട്സ്. അത് നമ്മളെ യഥാർത്ഥത്തില് ഇപ്പൊ നമ്മള് യഥാർത്ഥത്തിൽ ഒന്നും കഴിക്കാത്തൊരു മാവിനെ ആര് നോക്കും? ആരും മൈൻഡ് ചെയ്യുന്നു ചെയ്യത്തില്ല. പക്ഷെ മാങ്ങയൊക്കെ നല്ല കൊലകൊലയായിട്ട് കാഴ്ച നിൽക്കുവാണെങ്കിൽ എല്ലാവരും നോക്കി നിൽക്കും. ചില മരങ്ങളൊക്കെ ഇതുപോലെ ഫലങ്ങളൊക്കെ കാഴ്ച നിൽക്കുമ്പോൾ കാണാൻ എത്ര ശരിയാണ്. അപ്പൊ അങ്ങനെ ഫുൾ ഓഫ് ഗുഡ് ഫ്രൂട്ട്സ്. അതാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ജ്ഞാനം ഉള്ളപ്പോൾ ആ ജ്ഞാനം ഫലങ്ങളായിട്ട്, പല സൽഫലമായിട്ട്, അത് നമ്മുടെ ജീവിതത്തിലെ ഫലം, ശുശ്രൂഷയുടെ ഫലം, മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതങ്ങളിൽ ഒരു അനുഗ്രഹമാകുന്നു. മറ്റുള്ളവർക്ക് നമ്മളൊരു ആശ്വാസമൊക്കെ പറയാനും, മറ്റുള്ളവരെ നല്ല വഴിയിൽ നടത്താനും, അങ്ങനെയൊക്കെയുള്ള ഫ്രൂട്ട് ഓഫ് മിനിസ്ട്രി, ഫ്രൂട്ട് ഓഫ് ലൈഫ്, ഫ്രൂട്ട് ഓഫ് മിനിസ്ട്രി. അപ്പൊ അത് സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തത്, പക്ഷപാതം ഇല്ലാത്തത്, അൺവേവറിങ്, ആ ഒരു പാർഷ്യാലിറ്റി ഇല്ലാത്തത്, ചിലരോട് എന്റെ സ്വന്തക്കാര്, എന്റെ ആൾക്കാരെന്നുള്ള ആ ഒരു പക്ഷഭേദം ഇല്ലാതെ, ആ ഒരു സിൻ ഓഫ് പാർഷ്യാലിറ്റി. അവിടെ യാക്കോബ് 2-ാം അധ്യായത്തിൽ ആ ഒരു പക്ഷപാതം അല്ലെങ്കിൽ പക്ഷഭേദത്തിന്റെ ആ ഒരു ഭാവത്തെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ മുഖപക്ഷം, പക്ഷഭേദം, അതായത് മുഖം നോക്കുന്നില്ല, ദൈവം മുഖം നോക്കുന്നില്ല എന്നാണ് ഗലാത്യർ 2:6 പറഞ്ഞിരിക്കുന്നത്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഗോഡ് ഷോസ് നോ പാർഷ്യാലിറ്റി എന്നാണ് NASB കുറച്ച് പാരഫ്രൈസ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ദൈവം മുഖം നോക്കിയല്ല മാർക്കിടുന്നത്. ഇപ്പം ഈ ചില നീതി ഇല്ലാത്ത ചില ടീച്ചർമാർ എന്ത് ചെയ്യും? പിള്ളേരുടെ മുഖം നോക്കിയാണ് എനിക്ക് ഫേവറേറ്റ് സ്റ്റുഡന്റ്, അതുകൊണ്ട് നല്ല മാർക്ക് കൊടുത്തേക്ക്, ഇവന് അത്ര അങ്ങ് പോരാ, അത് ഇവന് അത്ര എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇവന് കുറച്ച് മാർക്ക് കൊടുത്തേക്ക്. നല്ല ടീച്ചർമാരൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞാൽ മുഖം നോക്കി അല്ല ദൈവം നോക്കുന്നത്, ദൈവം ഹൃദയത്തിലേക്ക് നോക്കുന്നു. ദൈവം മുഖം നോക്കുന്നില്ല. അതാ ഗലാത്യർ 2:6 വാക്യത്തിൽ. അപ്പൊ പക്ഷപാതം ഇല്ലാത്തത്, കപടം ഇല്ലാത്തത്. അപ്പം കാപട്യം, അതായത് പുറമെ ഒരു അഭിനയം, ഒരു വിശുദ്ധമായിട്ട് നമ്മൾ അഭിനയിക്കുന്നു, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെന്തോ ഇല്ലാത്തൊരു ഒരു കാര്യങ്ങളൊക്കെ അഭിനയിച്ച് മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ നോക്കുന്നു. നമ്മളുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചോ നമ്മുടെ വചനജ്ഞാനത്തെക്കുറിച്ചോ ഒക്കെ എന്തോ ഒരു ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് എന്തോ ഒരു ഉള്ളതായിട്ട് ഭാവിക്കുന്ന ഒരു കാപട്യം, നമ്മളൊരു ഭക്തിയുടെ വേഷം ധരിക്കുന്ന ഒരു കാര്യം. എന്താ 7 നിർമ്മലം, സമാധാനം, ശാന്തത, അനുസരണമുള്ളത്, കരുണയുള്ളത്, സൽഫലം നിറഞ്ഞത്, പക്ഷപാതം ഇല്ലാത്തത്, കപടമില്ലാത്തത്. പക്ഷപാതം കപടവും ഇല്ലാത്തത്, അൺവീവറിങ് വിതൗട്ട് ഹിപ്പോക്രസി. അത് 7-ാമത്തെ ഇതായിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഇത് 7 ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ ആ ഒരു 7 തൂണുകളാണ് നമ്മളിവിടെ കണ്ടത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിൽ നിറയുമ്പം, ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തില്, നമ്മള് അപ്പനോടുള്ള ബന്ധത്തില്, അമ്മയോടുള്ള ബന്ധത്തില്, നമ്മുടെ സഹോദരങ്ങളുള്ള ബന്ധത്തില്, നമ്മുടെ സഭയിലെ സഹോദരങ്ങളുള്ള ബന്ധത്തിലൊക്കെ ഈ ദൈവത്തിന്റെ ജ്ഞാനം നിറയുമ്പം അത് കർത്താവിന് അത് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട്, ഇതാ സഭയിലൂടെ, കായംകുളം സഭയിലൂടെ എന്റെ ജ്ഞാനം നിനക്ക് കാണിച്ചു തരാം, പിശാചി നീ കണ്ടോ, ഈ കായംകുളത്തുള്ള ഒരു ചെറിയ കൂട്ടത്തെ അവിടുത്തെ എന്റെ ജ്ഞാനം, എന്റെ ജ്ഞാനവാദന ക്രിസ്തു, ആ ക്രിസ്തുവിന്റെ ശരീരം അത് ഇവിടെ ഇരിക്കുന്നത്, അവരിലൂടെ എന്റെ ജ്ഞാനം നീ കണ്ടോ എന്ന് പറയുന്ന ഒരു കാര്യം. അത് നമ്മൾ തിരിച്ച് ഞാൻ എഫേസ്യർ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, എഫേസ്യർ 3-ാം അധ്യായത്തില് അതിന്റെ 10-ാമത്തെ വാക്യത്തില്, അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം, ആ ബഹുവിധം, ആ 7 മഴവില്ലിന്റെ 7 വർണ്ണങ്ങൾ പോലെ, മെനിഫോൾഡ് വിസ്റ്റം, മെനിഫോൾഡ് ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ബഹുവിധമായ കൃപ എന്ന് 1 പത്രോസ് 4-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വായിക്കുന്നുണ്ട്. മെനിഫോൾഡ് ഗ്രേസ് ഓഫ് ഗോഡ്, ഇവിടെ മെനിഫോൾഡ് വിസ്റ്റം ഓഫ് ഗോഡിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന്റെ ബഹുവിധമായ ഒരു മഴവില്ലിന് എത്ര കളറുണ്ട്? 7 കളറുണ്ട്. അപ്പൊ അങ്ങനെ അതുപോലെ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ ആ ഒരു 7 കളറുകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. അപ്പൊ അങ്ങനെ ആ ബഹുവിധമായ ജ്ഞാനം
അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം, യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം, ദൈവം മുന്നമേ അത് തീരുമാനിച്ചത് പ്രകാരം ആര് മുഖാന്തരം അറിവായി വന്നു? സഭ മുഖാന്തരം. സഭ, ചർച്ച്, എക്ലേസിയ. എക്ലേസിയ എന്ന് പറഞ്ഞാല്, ഏക് എന്ന് പറഞ്ഞാല് ഈ ഹിന്ദിയിൽ ഒന്നെന്ന, ഗ്രീക്കില് ഔട്ട് ഓഫ്, പുറത്തു നിന്നെന്ന അർത്ഥം. ഏക്. കേലിയോ, കേലിയോ എന്ന് പറഞ്ഞാൽ വിളിക്കുക. എക്ലേസിയ എന്ന് പറഞ്ഞാല് വിളിച്ച് വേർതിരിക്കപ്പെട്ടത്. മനസ്സിലായി? ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം, അതാണ് സഭ. ഇടയന്റെ ശബ്ദം കേട്ട് കർത്താവ് യോഹന്നാൻ ഈ സഭ എന്ന് പറയുന്ന അതിന്റെ ഒരു മനോഹര ചിത്രം അവിടെ യോഹന്നാൻ 10-ാം അധ്യായത്തിൽ കർത്താവ് ഇടയനാകുന്നു എന്ന് പറയുന്ന സമയത്ത് ഇവിടെ എഫേസ്യർ 10-ാം അധ്യായത്തിന്റെ യോഹന്നാൻ 10-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, അവിടെ ഈ എക്ലേസിയെ നമ്മൾ കാണുന്നുണ്ട്. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്. അവിടെ 12 ആടുകൾ, ആടല്ലാതായി തീർന്നുകൊണ്ടിരുന്ന സമയമാണ് യൂദാസ് ഇസ്കരിയോത്ത്. ബാക്കി 11 ആടുകൾ. അപ്പൊ വേറെ ആടുകളും എനിക്കുണ്ട്, അവയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എന്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനുമാകും. എപ്പോഴാ ഒരു ആട്ടിൻകൂട്ടമാകുന്നു? കർത്താവിന്റെ ശബ്ദം കേൾക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ, കർത്താവിന്റെ ശബ്ദം ഇന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മളിന്ന് കേൾക്കുന്നു. കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ഒരു ഇടയന്റെ ശബ്ദം കേൾക്കുമ്പോൾ, അവിടെ 2 ഇടയന്മാരുണ്ടെങ്കിൽ 2 ആട്ടിൻകൂട്ടമായാണ്. ഇവിടെ ഇപ്പം ഒരു ഇടയനും ഒരു ആട്ടിൻകൂട്ടമാവുന്നു. അപ്പൊ ഒരു ഇടയന്റെ ശബ്ദം കേൾക്കുമ്പോൾ എല്ലാ ആടും കൂടെ പറ്റം കൂടി ആ ഇടയന്റെ പിന്നാലെ അങ്ങ് ചെല്ലും. അത് ഒരാട്ടിൻകൂട്ടമാകും. അപ്പൊ ഇപ്പം കുറച്ച് ആടുകളുണ്ടെങ്കിൽ വേറെ ആടുകൾ ഈ ശബ്ദം കേട്ട് ഈ ശബ്ദം അനുസരിക്കാൻ താല്പര്യമില്ലാത്തവരൊന്നും ഇവിടെ വന്നിരുന്നിട്ട് കാര്യമില്ല. കുറച്ച് കഴിയുമ്പോൾ ദൈവം തന്നെ മാറ്റിക്കളയും. നിഗളികളെയും ഗർഭോല്ലസന്മാരെയൊക്കെ ദൈവം നീക്കിക്കളയും തന്നെ. വിശുദ്ധ പർവ്വത്തിൽ നിന്നൊക്കെ സഫന്യാവ് 3:11-12 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മള് നിഗളത്തിലിരിക്കുവാണെങ്കിലോ നമ്മള് ഗർഭിച്ചിരിക്കുകയോ ഒക്കെ ആണെങ്കിൽ ദൈവം പണിയുന്ന സമയത്ത് നിന്ന് നമ്മളെ മാറ്റിക്കളയും. ദൈവത്തിന്റെ സമയത്ത് ദൈവം നമുക്കൊരു ചാൻസ് തരും മാനസാന്തരപ്പെടാനായിട്ടെന്ന. നമ്മുടെ ഗർഭത്തിൽ തന്നെ ഇരിക്കുവാണെങ്കിൽ നമ്മൾ മാറിപ്പോവും. ദൈവം നമ്മളെ മാറ്റിക്കളയും. അത് കഴിഞ്ഞിട്ട് താഴ്മയും ദാരിദ്ര്യവും ഉള്ളവരെ, ദരിദ്രം എന്ന് പറഞ്ഞാൽ പിന്നെ ഭൗതികമായിട്ടുള്ള ബാങ്ക് ബാലൻസിൽ ദരിദ്രമല്ല, കുറച്ച് ആത്മാവിലെ ദരിദ്രമുള്ളത്. ഞാൻ ഈ പറഞ്ഞ വാക്യം എല്ലാവർക്കും അറിയത്തില്ലേ? സഫന്യാവ് 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ മലാഖിക്ക് മുമ്പ് സഖരിയാവ്, അതിനു മുമ്പ് ഹഗായിക്ക് മുമ്പേ സഫന്യാവ്. 3-ാം അധ്യായത്തില് 11-12 വാക്യങ്ങള് സാങ്ക്വേർ എപ്പോഴും കൂടെ എടുത്ത് പറയാറുള്ള വാക്യമാണ് അത്. അതിന്റെ യഥാർത്ഥത്തിലുള്ള സഭയുടെ ഒരു ചിത്രമാണ്. സഭയിലൂടെ ദൈവത്തിന്റെ ജ്ഞാനം ദൈവത്തിന് പ്രകടമാക്കണം. അപ്പം ആ ജ്ഞാനമില്ലാത്തവരെന്ന് പറഞ്ഞാൽ നിഗളികളും ഗർഭോല്ലസന്മാരെയൊക്കെ ദൈവം നീക്കിക്കളയും. അതുകൊണ്ട് നമ്മൾ എത്ര ഭയഭക്തിയോട് നമ്മൾ ഇരിക്കാം, ഞാൻ ഇങ്ങനെ അങ്ങ് ഇരിക്കും. പക്ഷെ നമ്മൾ ഇരിക്കാൻ പറ്റത്തില്ല. ദൈവം പണിയുന്ന സഭയാണെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നവരെ ദൈവം ചേർത്ത് പണിയത്തുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വന്ന് ദൈവം, നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ പലരും നമ്മളെ ആദ്യം വിധിക്കാനല്ല, പക്ഷെ ദൈവത്തിന്റെ സമയത്ത് ചിലരെ നീക്കിക്കളയുന്നു, ചിലരെ കൊണ്ടുവരുന്നു, ചിലരെ താഴ്ത്തുന്നു, ചിലരെ ഉയർത്തുന്നു. അതാണ് നമ്മുടെ സെഫന്യാവ് 3:11 ദൈവത്തിന്റെ ജ്ഞാനം ആ സഭയിലൂടെ പിശാചി നിന്റെ സ്വഭാവമുള്ളവരെയൊക്കെ ഞാൻ പുറത്ത് അടിച്ചു, എന്റെ സ്വഭാവമുള്ളവരെ ഞാൻ ചേർത്ത് പണിയുന്നു. അതാ എന്റെ ജ്ഞാനം. സഭയിലൂടെ ദൈവത്തിന്റെ ജ്ഞാനം ദുഷ്ടാത്മസേനയ്ക്ക് കാണിക്കാനുള്ളതാണ്. അപ്പൊ പിശാചിന്റെ സ്വഭാവമുള്ളവരെ ഇതിനകത്ത് ഏറ്റുപിടിച്ചെത്തിയാൽ ദൈവത്തിന്റെ ജ്ഞാനം എളുപ്പമാകില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എത്ര ഭയഭക്തിയോടെ കർത്താവേ ഞാൻ പിന്നാളാണെന്നോ നമുക്ക് എന്ത് വലിയ സ്ഥാനമെന്നോ ഒന്നുമില്ല. കർത്താവ് കർത്താവെ അവിടുന്ന് ജീവനുള്ള സഭയുടെ എന്നെ ആക്കി വെച്ചിരിക്കുന്നല്ലോ. കർത്താവെ അവിടുന്ന് കൃപ പിൻവലിച്ചാൽ ഞാൻ വീണു പോകുമല്ലോ. നമ്മൾ ആരും അത്രയേ ഉള്ളൂ. ഏറ്റവും സീനിയർ മോസ്റ്റ് എൽഡേഴ്സ് ആയിട്ടുള്ളവരൊക്കെ സീരിയസ് പണ്ടുണ്ടായിരുന്നവരൊക്കെ ഇന്ന് എവിടാ ഉള്ളതെന്ന് പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. എന്നാ ദൈവം താഴ്മയോടൊക്കെ എത്ര പോലെ കൊടുത്ത് എത്രയോ നല്ല സഹോദരങ്ങളെ ദൈവം ലീഡർഷിപ്പിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന കാര്യമൊക്കെ നമ്മുടെ CFC ചർച്ചസിന് 50 വർഷത്തെ ചരിത്രത്തിൽ നിന്ന് നമുക്കറിയാം. അതാ സെഫന്യാവ് 3-ാം അധ്യായത്തിന് 11-ാമത്തെ വാക്യം, അന്നാളിൽ ഞാൻ നിന്റെ മധ്യയിൽ നിന്ന് നിന്റെ ഗർഭോല്ലസിതന്മാരെ, അതായത് ഗർഭത്തിൽ ഉല്ലസിക്കുന്നവരെ, എന്നുവെച്ചാൽ ഗർഭം എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിൽ ഉല്ലസിക്കുന്നവരെ, ഗർഭോല്ലസിതന്മാരെ, കുറച്ചുകൂടെ നാക്ക് പഠിക്കണം, നന്നായിട്ട് പറയും, ഗർഭോല്ലസിതന്മാരെ നീക്കിക്കളയും.
നീ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ ഇനി ഗർവിക്കാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീ എന്നോടുകൂടെ നീ എന്നോട് അതിക്രമമായി ചെയ്തിരിക്കുന്ന സകല പ്രവൃത്തികളും നിമിത്തം നീ അന്നാളിൽ ലജ്ജിക്കേണ്ടി വരികയില്ല. നിന്റെ ജീവിതത്തിൽ പാപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, എന്നാൽ നീ ഇന്ന് ഗർവിക്കാതിരിക്കുക. അതുകൊണ്ട് നീ ലജ്ജിച്ചു പോകേണ്ട കാര്യമില്ല. ഞാൻ നിന്റെ നടുവിൽ താഴ്മയും ദാരിദ്ര്യവും ഉള്ള ഒരു ജനത്തെ ശേഷിപ്പിക്കും. അവർ യഹോവയുടെ നാമത്തിൽ ശരണം പ്രാപിക്കും. യഥാർത്ഥത്തിലുള്ള ഒരു ദൈവസഭയുടെ ലക്ഷണമാണ്. അങ്ങനെയുള്ള താഴ്മയും ദരിദ്രമുള്ള ജനത്തിലൂടെയാണ് ദൈവം തന്റെ ജ്ഞാനത്തെ കാണിക്കുന്നത്. പക്ഷേ അവര് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. നമ്മളിപ്പോ എഫേസ്യർ 3-ാം അധ്യായത്തില് ദൈവത്തിന്റെ ജ്ഞാനത്തെ കുറിച്ച് നമ്മളിപ്പം വായിച്ചു. നമ്മൾ തിരിച്ച് എഫേസ്യർ 3-ാം അധ്യായത്തില് നമ്മൾ വായിച്ചതിന്റെ അവിടെ ആ ജ്ഞാനത്തെ കുറിച്ച് പറയുമ്പോൾ അതൊരു മർമ്മമാണ്. മർമ്മം എന്ന് പറഞ്ഞാൽ മിസ്റ്ററിയാണ്. അതൊരു മിസ്റ്ററി എന്ന് പറഞ്ഞാല് മിസ്റ്ററി ഇസ് എ സീക്രട്ട് വിച്ച് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓൺലി ഗോഡ് റിവീൽസ്. സാങ്ക്വറി എന്ന ഡെഫിനിഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവം വെളിപ്പെടുത്തി തന്നല്ലാതെ മനസ്സിലാക്കാൻ ഒക്കാത്ത ഒരു രഹസ്യമാണ് മർമ്മം എന്ന് പറയുന്നത്. ദൈവം തന്നെ വെളിപ്പെടുത്തി തരണം. ആ ഒരു മർമ്മം എന്താണെന്ന് അതിന്റെ തൊട്ട് മുമ്പേ പറഞ്ഞു. എഫേസ്യർ 3-ന്റെ 5-ാമത്തെ വാക്യത്തിൽ അത് ആർക്കും വെളിപ്പെട്ടൊന്നും ഇല്ലായിരുന്നു. പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല, ആർക്കും കത്തിയില്ല എന്തോ ഈ ദൈവത്തിന്റെ മർമ്മമെന്ന്. ഇപ്പം അത് പൗലോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അതായത് എഫേസ്യർ 3-ന്റെ 6-ല് അതോ ജാതികൾ സുവിശേഷത്തിൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരത്തിലും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. യഹൂദന്മാർക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവർ ജാതികളെ വളരെ താഴ്ന്ന ജാതിക്കാരെന്നുള്ള നിലയിലുള്ള ഒരു ലുക്കിംഗ് ഡൗൺ അപ്പോൾ ഒരു താഴ്ത്തി നോക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമായിരുന്നു. അപ്പം ഞങ്ങൾ ഹൈ ക്ലാസ് സിറ്റിസൺസ്, നിങ്ങളൊക്കെ ലോ ക്ലാസ്, അങ്ങനെ ഒരു അധകൃത വർഗമായിട്ടായിരുന്നു അവർ യഹൂദന്മാർ ബാക്കിയുള്ളവരെ ജാതികളെ കണ്ടിരുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താല് ഈ ജാതികൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ജാതികളായിരുന്നു. നമ്മളാരും യഹൂദ രക്തത്തിലുള്ളവരൊന്നും അല്ല. എന്നാൽ നമ്മളെല്ലാവരും ജാതികളായിരുന്നു. ഈ ജാതികളായിട്ടുള്ള നമ്മളും കർത്താവ് ഈ യഹൂദന്മാരോടുകൂടി അതേ ശരീരത്തിന്റെ ഭാഗം തന്നെയാണ്. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളാണ്, ഫെലോ എയേഴ്സ് ആണ്. യഹൂദനായ ഒരു ക്രിസ്ത്യാനിക്കുള്ള അതേ അവകാശം തന്നെ ജാതീയനായ ഒരു ക്രിസ്ത്യാനിക്കും ഉണ്ട്. അതെ, ഫെലോ എയേഴ്സ് ആൻഡ് ഏക ശരീരസ്ഥരാണ്, ഒരു ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഫെലോ മെമ്പേഴ്സ് ഓഫ് ദ ബോഡി, ഫെലോ പാർട്ടേക്കേഴ്സ് ഓഫ് ദ പ്രോമിസ്. വാഗ്ദത്തത്തിൽ, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ യഹൂദന് കൂടുതൽ വാഗ്ദത്വമൊന്നുമില്ല. അത് വാഗ്ദത്തത്തിൽ അതേ പങ്കാളിത്തം തന്നെ, വാഗ്ദത്തത്തിന് പങ്കാളികളും ആകണം എന്നുള്ളതാണ് ഈ മർമ്മം എന്ന അവിടെ എഫേസ്യർ 3-ന്റെ 6-ല് എന്ന് പറഞ്ഞാല് ഈ ഗലാത്യർ ലേഖനത്തില് ഞാൻ അത് ഇവിടേക്ക് ഇങ്ങനെ വായിച്ചിരിക്കാം. ഗലാത്യർ 3-ാം അധ്യായത്തില് ക്രിസ്തുവില് ഒരു ഡിഫറൻസ്, ജാതി മത വർഗ വർണ്ണ ലിംഗ ഭേദമന്യേ എന്നൊക്കെ രാഷ്ട്രീയക്കാർ ഘോരഘോരം പ്രസംഗിക്കും. പക്ഷെ അതൊക്കെ അവിടെയൊക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ ഒന്നും ഇല്ലാത്തവരുടെ എവിടാന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിലുള്ള ദൈവസഭ. അതാണ് നമ്മൾ ഗലാത്യർ 3-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തില് അതിൽ ക്രിസ്തുവിൽ, അതായത് നമ്മള് അവിടെ വായിക്കുന്ന 27-ഉം 28-ഉം വായിക്കുക. ക്രിസ്തുവിനോട് കൂടി ചേരുവാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിലേക്ക് സ്നാനം ഏറ്റിരിക്കുന്ന, ക്രിസ്തുവിലേക്ക് ചേരുവാൻ എന്നുള്ളത് ശരിക്കും ബാപ്റ്റൈസ്ഡ് ഇൻ ടു ക്രൈസ്റ്റ് എന്നുള്ള വാക്കാണ്. ക്രിസ്തുവിലേക്ക് സ്നാനമേൽക്കുവാൻ, ക്രിസ്തുവിലേക്ക് സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല. അപ്പം ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന, ഇപ്പൊ എല്ലാവർക്കും ഒരേ യൂണിഫോം ആണെങ്കിൽ, ഇപ്പൊ നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്കും അർപ്പിത ദിവസം പ്രാർത്ഥന കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരേ യൂണിഫോം ഇട്ടേക്കുക. നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് നോക്കണം. എല്ലാവരും ഒന്നാമത് അർപ്പിത ദിവസം കൂടെ ആകുമ്പോൾ പിന്നെ ഇരട്ടകളും കൂടെ ആയപ്പോൾ കൂടുതൽ പ്രയാസം. അപ്പൊ എല്ലാവരും ഒരേ യൂണിഫോം ഇട്ടേക്കുക. എല്ലാവരും ആരെയാ ധരിച്ചിരിക്കുന്നത്? യൂണിഫോം എന്താ? ക്രിസ്തു. എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുക. അപ്പം പിന്നെ യവനനാരാ യഹൂദനാരാ എന്ന് അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അത് എല്ലാം ഒന്നാ. അതാ പറയുന്നത്, ക്രിസ്തുവില് എല്ലാവരും നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അത് യഹൂദനും യവനനും, യവനൻ എന്ന് പറയുന്നത് ആ വാക്ക്, ഗ്രീക്ക് എന്നുള്ള വാക്ക് ജാതികളെ കുറിച്ച്. യഹൂദനും യവനൻ എന്ന് പറയുമ്പോൾ അന്ന് ഗ്രീക്കുകാരായിരുന്നു യഹൂദന്മാർക്ക് ഒരു എതിരാളി, അല്ലെങ്കിൽ അവരോട് ഒരു കടപിടിക്കാൻ പറ്റുന്ന രീതിയിൽ നിൽക്കുന്ന ആൾക്കാർ. അപ്പം ജാതികളെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാ യവനന്മാര്, ഗ്രീക്ക്. അപ്പം യഹൂദനോ യവനനോ ഒന്നും ഇല്ല. ദാസൻ എന്ന, അന്ന് അടിമ സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് എബ്രഹാം ലിങ്കൺ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ജാതി സമ്പ്രദായമൊക്കെ അടിമ സമ്പ്രദായമൊക്കെ ഏതാനും നൂറ്റാണ്ടുകൾ മുമ്പാണ് നിരോധിച്ചത്. അപ്പൊ അന്നും അടിമ സമ്പ്രദായം, അടിമകളും ദാസന്മാരും യജമാനും അങ്ങനെയുള്ള ഒരു കാര്യമൊന്നും എവിടെ ഇല്ല, സഭയിലില്ല. ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല. ശരിയാണ്, സ്ത്രീയുടെ തലയാണ് പുരുഷൻ. സഭയില് ദൈവം ഒരു ഓർഡർ വെച്ചിട്ടുണ്ട്, ക്രിസ്തു
ക്രിസ്തുവിന്റെ തലയായിട്ട് പിതാവ്, ക്രിസ്തു, ആ, പുരുഷന് തല ക്രിസ്തു, സ്ത്രീക്ക് തല പുരുഷൻ. ആ ഒരു ഓർഡറൊക്കെ നമ്മൾ 1 Corinthians 11:3 ദൈവത്തിന്റെ ജ്ഞാനത്തിൽ വായിക്കുന്നുണ്ട്. സഭയിൽ ആ ഒരു ഓർഡർ ഉണ്ട്. എന്നാൽ ദൈവത്തോട് അടുക്കുന്ന കാര്യത്തിലോ, ദൈവത്തിന്റെ സ്വഭാവത്തില് പങ്കാളികളാവുന്ന കാര്യത്തിലോ, നിത്യതയില് റിവാർഡ്, പ്രതിഫലം കിട്ടുന്ന കാര്യത്തിലോ ഒക്കെ നീ സഹോദരി, നീ പെണ്ണാണ്, അതുകൊണ്ട് നിനക്ക് കുറച്ചേ ഉള്ളെന്നല്ല പറയുന്നത്. മറിച്ച് അന്ന് പല സഹോദരിമാരായിരിക്കും, പല വനിതാ രത്നങ്ങളായിരിക്കും അന്ന് തിളങ്ങുന്നത്. മാഡം ഗയോണും, ജെസ്സി പെൻ ലൂയിസ്, എമി കാർമൈക്കിൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വനിതകളെ കുറിച്ചൊക്കെ നമ്മള് പിന്നെ നമ്മുടെ ആനി സിസ്റ്ററൊക്കെ ഉള്ള സഹോദരിമാരെയൊക്കെ നമുക്കറിയാം. അത്ര പ്രഷ്യസ് ആയിട്ടുള്ള വെച്ചാൽ അവരുടെ മിനിസ്റ്റർ ഡിഫറെന്റ് ആണ്. പക്ഷെ എന്താ അവര് കർത്താവിനോട് അതുപോലെ അടുത്ത് ജീവിച്ച് അതുപോലെ അനേകർക്ക് വെല്ലുവിളിയും പ്രകാശവുമായിട്ട് തീർന്നിട്ടുള്ളവരാണ്. അപ്പം അവിടെ ആൺപെണ്ണുള്ള ഒരു വ്യത്യാസമില്ല. ഫങ്ഷനില്, റോഡില്, പ്രവർത്തനത്തില്, അതിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രവർത്തനത്തിലും അതിന്റെ റോളിന് മലയാളം എന്തെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും മനസ്സിലാവില്ല റോൾ എന്ന് പറഞ്ഞാൽ. മീറ്റ് റോൾ എന്ന് പറഞ്ഞ റോളല്ല, ഇത് ക്യാരക്ടർ റോള്, കഥാപാത്രം. അത് റോളില് എന്താ വ്യത്യാസമുണ്ട്. സഹോദരന്, സഹോദരിക്ക്, ഭാര്യ, ഭർത്താവ്, അങ്ങനെയൊക്കെയുള്ള റോളുകളുണ്ട്. എന്നാൽ ദൈവത്തോടുള്ള അടുപ്പത്തോടോ ഏറ്റവും കാതലായ കാര്യങ്ങളിലോട്ട് വരും എന്ന് പറഞ്ഞാൽ ക്രിസ്തു യേശുവിനെ പോലെ ആയിത്തീരുന്നതിനുള്ള കാര്യമോ അല്ലെങ്കിൽ യേശുവിനുള്ള കൂട്ടായ്മയോടുള്ള ഒരു കാര്യത്തിലൊന്നും ആണെന്ന് പെണ്ണെന്ന് തമ്മിലുള്ള വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല. ദൈവത്തിനെല്ലാം തുല്യരാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഈ ജാതിയും അതായത് യഹൂദനോ യവനനോ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാല് ചില ചില കേരളത്തില് വന്ന ചില മിഷണറിമാര് കുറച്ച് നാൾ മുമ്പ് ജോജിബനോട് സംസാരിക്കുമ്പോൾ വേറെ ഏതൊരു പുസ്തകം വായിച്ചതിൽ അവരിങ്ങനെ എന്തോ ഇങ്ങനെ സഭയുടെ വളർച്ചയ്ക്കായിട്ട് പല മിഷണറിമാരെ കണ്ടുപിടിച്ച ഒരു ടെക്നിക്കായിട്ട് എന്തോ ഇങ്ങനെ പറഞ്ഞൊരു കാര്യം ഇങ്ങനെ കഷ്ടമായിട്ട് പറയുമായിരുന്നു. എന്ന് പറഞ്ഞാല് ഒരേ ജാതിയിൽപ്പെട്ടുള്ള ആൾക്കാരെ എല്ലാം ഒരു സഭയാക്കണം, എല്ലാവരും കൂടി മിക്സ് ചെയ്താൽ സഭ അങ്ങനെ വളരത്തില്ല എന്നാ അവിടുത്തെ കണ്ടുപിടുത്തം. അത് യഥാർത്ഥ സഭയിൽ അവർ മനുഷ്യരായിട്ട് ഉണ്ടാക്കിപ്പെട്ടു ചില ബാബിലോണിയൻ പ്രസ്ഥാനങ്ങൾ അത്രയേ ഉള്ള സംഭവം. പിന്നെ യഥാർത്ഥത്തിലുള്ള സഭയില് ജാതിയും മതവും, നിങ്ങൾ കൂടിയ ജാതി, നിങ്ങൾ കുറഞ്ഞ ജാതി, അതുകൊണ്ട് കൂടിയ ജാതിപ്പെട്ടവരൊക്കെ ഒരു സഭ, സോക്കോളുടെ ഇൻവെർട്ടഡ് കോമ, ഡബിൾ ഇൻവെർട്ടഡ് കോമയും പിന്നെ അതിന്റെ കൂടെ ട്രിപ്പിൾ ഇൻവെർട്ടഡ് കോമയും കൂടി ഇട്ടുള്ള ഒരു സഭ. എന്നുവെച്ചാൽ സഭയല്ല, അവർ മനുഷ്യരുടെ എന്തോ പ്രസ്ഥാനം, കുറഞ്ഞ ജാതിപ്പെട്ടവരൊക്കെ വേറൊരു സഭ, അങ്ങനെയൊക്കെ ഉള്ളത്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ സഭയെ അല്ല, അതൊക്കെ വെറും പ്രസ്ഥാനങ്ങളെന്നോ അല്ലെങ്കിൽ കൂടിവരവുകളെന്നോ ക്ലബെന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം. എന്ന് യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ സഭയില് നമുക്കറിയാം, നമ്മളെ പഠിത്തത്തിന്റെ ബേസിസിലോ വരുമാനത്തിന്റെ ബേസിസിലോ ജാതിയുടെ ബേസിസിലോ സമൂഹത്തിന്റെ സ്ഥാനത്തിന്റെ ബേസിസിലോ ഒന്നും അല്ല നമ്മുടെ സഭയിലെ സഹോദരങ്ങളെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. എല്ലാവരും ഒരുപോലെ, എല്ലാവരും ഒരേ പ്ലാറ്റ്ഫോമില്ല. ചിലര് ഒരു പെഡസ്റ്റൽ പ്ലാറ്റ്ഫോമിൽ മുകളിൽ കയറി നിൽക്കുന്നില്ല, എല്ലാവരും ഒരേ പ്ലാറ്റ്ഫോമില്ല. ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും എല്ലാം സഭയിലുള്ളവർക്ക് അതിന്റെ ഉത്തരവാദിത്തം കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന അവിടെ ഒരു ജാതി, മത, വർഗ, അതിന്റെ പേരിലുള്ള ഒരു ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും അല്ല നമ്മുടെ സഭയിലുള്ളത് എന്നുള്ള കാര്യം നമുക്ക് അറിയാം. നമ്മുടെ ചുറ്റുമുള്ള പല സഭകൾ എന്ന് പറയുന്ന പ്രസ്ഥാനങ്ങളിലെ പല കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം അപ്പൊ നമുക്ക് നമ്മളുടെ സഭയിൽ നമുക്ക് കൂടുതൽ വിലമതിക്കാനായിട്ട് സാധിക്കും. നമ്മൾ എല്ലാം തികഞ്ഞവരാണെന്നല്ല, നമുക്ക് എന്തെല്ലാം കുറവുകളുണ്ട് എന്നാൽ നമുക്ക് ആ കാര്യങ്ങൾ കുറവുകൾ കണ്ട് കർത്താവെ അവിടുത്തെ ജ്ഞാനം ഇന്ന് എന്റെ ജീവിതത്തിലെ കർത്താവെ അവിടുത്തെ ജ്ഞാനം നിറഞ്ഞു നിൽക്കുന്നുണ്ടോ? കർത്താവ് ഈ 7 പില്ലറൊക്കെ ഉണ്ടോ, അതോ ഒരു പില്ലർ ഒടിഞ്ഞു പോയാല് ഈ കൂരയൊക്കെ ഒരു സൈഡിലൂടെ ചാഞ്ഞ് നിൽക്കും അല്ലേ? അങ്ങനെ ചാഞ്ഞ് നിൽക്കുവാണ് ഈ 7 പില്ലറും. വളരെ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ നമ്മൾ പുന്നപ്രയിലുള്ള നമ്മുടെ ചർച്ച് ബിൽഡിംഗ് സൈറ്റിലേക്ക് പോയി അവിടെ സൗരങ്ങളൊക്കെ ഇങ്ങനെ ഫൗണ്ടേഷൻ ഒക്കെ ഇട്ട് പില്ലർ മാതിരി ഒത്തിരി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ സഭാ ബിൽഡിംഗ് പണിയാനായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അതുപോലെയൊക്കെയുള്ള ഈ ഒരു ജ്ഞാനത്തിന്റെ 7 പില്ലറുകൾ, 7 തൂണുകള്, കർത്താവിന്റെ ജ്ഞാനം, കർത്താവിന്റെ ആ ഒരു സ്വഭാവം, കർത്താവിന്റെ ആ ഒരു ശക്തി, ജ്ഞാനം, കർത്താവിയ അവിടുത്തെ ജ്ഞാനം മുന്നിൽ നിറഞ്ഞു നിൽക്കണം. എങ്കിലേ അത് നിറഞ്ഞു കഴിഞ്ഞ് എന്റെ ഭാര്യയിലോട്ടും ഭർത്താവിലോട്ടും ഒഴുകാനൊക്കെ ഉള്ളൂ, എന്റെ കുഞ്ഞുങ്ങളിലേക്ക് ഒഴുകാനൊക്കെ ഉള്ളൂ, എന്റെ ആ കുടുംബത്തിലൂടെ ഇവിടുത്തെ ജ്ഞാനം, ആ ഒരു കർത്താവിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്ന ഭർത്താവും ഭാര്യയും ഒന്നായിരിക്കുന്ന ഒരു കുടുംബം. ആ ഭർത്താവും ഭാര്യയും വിടൽ വരുമ്പോഴാണ് ആ വിടവിലൂടെ ആര് കയറുന്നേ? ചെകുത്താൻ കയറുന്നേ. ഭർത്താവും ഭാര്യ അടിയിട്ടോണ്ടിരിക്കുമ്പോൾ ആര് അതിനകത്തൂടെ നുഴഞ്ഞു കയറും? പിശാച് നുഴഞ്ഞു കയറും. പിശാച് ആരെ ആക്രമിക്കും? കൊച്ചുങ്ങളെ ആക്രമിക്കും. കൊച്ചുങ്ങള് മത്സരികളായിട്ട് മാറും. എന്ന് വെച്ചാൽ കൊച്ചു നോക്കുമ്പോ അമ്മ അച്ഛനെതിരെ മത്സരിക്കുന്നു, അച്ഛൻ ദൈവത്തിനെതിരെ മത്സരിക്കുന്നു, കൊച്ചും അപ്പന്റെ അമ്മയുടെ അതേ വഴിയെ പിന്തുടരുന്നു. അത് അയ്യോ എന്റെ കൊച്ചുങ്ങള് ഇങ്ങനെ ആയിപ്പോല്ലോ, ഈ ന്യൂജൻ പിള്ളേരിലെ ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മറിച്ച്
ന്യൂജൻ പിള്ളേർ ഇങ്ങനെ ആയതിന് കാര്യമില്ല, ന്യൂജൻ പേരൻസ് ആയ നിങ്ങൾ മാനസാന്തരപ്പെടാത്തതിന്റെ കുഴപ്പമാണ്. ബാലന് നടക്കേണ്ടുന്ന വഴിയിൽ, തോന്നുന്ന വഴിയിലല്ല, നടക്കേണ്ടുന്ന വഴിയിൽ അവരെ നടത്തിയില്ലെങ്കിൽ അവൻ ആ, മുതിർന്ന വിട്ടുപോകുന്ന, നടക്കേണ്ടുന്ന വഴി നടത്തിയാലും മുതിർന്നാലും വിട്ടുപോകത്തില്ലെന്ന് ഞാനും പറഞ്ഞതല്ല. സദൃശവാക്യം 22:6 ദൈവത്തിന്റെ ജ്ഞാനത്തില് ദൈവാത്മാവ് അവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യം, ശലോമോനിലൂടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യം നമുക്കറിയാം. ആ ഒരു ദൈവത്തിന്റെ ജ്ഞാനം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണം, എൻ്റെ കുടുംബത്തിൽ വെളിപ്പെടണം, എൻ്റെ സഭയിൽ വെളിപ്പെടണം, എൻ്റെ സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ. ശരിയാണ്, നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ എല്ലാ സഹോദരങ്ങളോടും യോജിപ്പ് കാണത്തില്ല. പലർക്കും ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളോ ചില വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ കാണാം. നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആണ്, നമ്മളാരും ഇപ്പൊ എല്ലാം നമ്മൾ കണ്ണാടിയിൽ കടമൊഴിയോടെ പാർഷ്യലായിട്ട് കാണുന്നത്. അന്നേ കർത്താവിന്റെ വരവിന്റെ എല്ലാം പൂർണ്ണതയോടെ നമ്മൾ കാണത്തുള്ളൂ. 1 Corinthians 13:12 വാക്യം. അപ്പം ശരിയാണ്, ചില വി ഡു നോട്ട് സി ഐ ടു ഐ ഇൻ എവറിത്തിങ്. ഐ ടു ഐ ഇൻ എവറിത്തിങ് എന്ന് പറഞ്ഞാൽ ഒരേ എല്ലാവരും ഇറ്റ് ഈസ് നോട്ട് യൂണിഫോമിറ്റി ദറ്റ് ബട്ട് യൂണിറ്റി ദറ്റ് ഇസ് നീഡഡ് ഇൻ ദ ചർച്ച് എന്ന് സാങ്ക്വറി എന്നൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവരും 5 വിരലുണ്ടോ, എല്ലാം ഒന്നായിരിക്കണം. അപ്പൊ ഇവിടെ നിന്ന് കട്ട് ചെയ്യുക, അപ്പൊ എല്ലാം ഒരേ നീളമോ, ആ കൈനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒന്നുമില്ല എന്ന് പറയുന്നത് പോലെ അത് യൂണിറ്റി. ഈ കമ്മ്യൂണിസം സോഷ്യലിസം ഒക്കെ ഇപ്പോഴത്തെ അതൊന്നും അല്ല ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിലുള്ള കമ്മ്യൂണിസം സോഷ്യലിസം ഒക്കെ തുടങ്ങിയത് യൂണിറ്റി, എല്ലാവരും ഒരേ ഇതെന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ പ്രസ്ഥാനങ്ങളായിരുന്നു. പക്ഷെ അത് 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 യൂണിഫോമിറ്റി എന്ന് പറഞ്ഞാല് എല്ലാം ഒന്ന്, അങ്ങനല്ല. നമുക്കിവിടെ നാനാത്വത്തിൽ ഏകത്വം, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ശരിയാണ്, നമ്മള് പല എല്ലാവരും എന്റെ അതേ ടെമ്പർമെന്റ്, എന്റെ അതേ സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ, അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്, എന്നാൽ അവിടെ ഒരു യൂണിറ്റി ഉണ്ട്. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തില് നമുക്കൊരു ഐക്യമുണ്ട്. നമ്മളെ സ്നേഹം, സ്നേഹം, കൂട്ടായ്മ, ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്, ഈ ഒരു 3 ലെവല് സാക്ബറിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്കത് അവിശ്വാസികളോടും ശത്രുക്കളോടും വരെ ഉണ്ടാവേണ്ട കാര്യമാണ്. കൂട്ടായ്മ അത് എല്ലാ വിശുദ്ധന്മാരോടും, ഇനിയിപ്പോ ഏത് സഭാവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവർക്ക് ക്രിസ്തുവിനോടുള്ള അടുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു കൂട്ടായ്മ, ആത്മാവിലൊരു കൂട്ടായ്മ, ഒരു അളവ് വരെ പറ്റും. ഇന്ന് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കാര്യം വരുമ്പോൾ നമ്മള് ബേസിക് ആയിട്ടുള്ള പല ഡോക്ട്രിൻസ്, ഉപദേശ രൂപങ്ങളിലൊക്കെ നമുക്ക് യോജിക്കുന്നവരോട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു പണ വിഷയത്തിലും അല്ലെങ്കിൽ സഭയുടെ നടത്തിപ്പിനെ കുറിച്ചും അതിന്റെ പല കാഴ്ചപ്പാടുകളെ കുറിച്ചും പരിശുദ്ധാത്മ നിറവിനെ കുറിച്ചും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലും ഒക്കെ ഒരേ കാഴ്ചപ്പാടുള്ളവരുമായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പോലും നമുക്ക് പല കാര്യങ്ങളിലും പല അഭിപ്രായ വ്യത്യാസങ്ങളോ കാര്യങ്ങളൊക്കെ കാണാം. പക്ഷെ പരസ്പരം കീഴടങ്ങി കർത്താവേ അവിടുത്തെ ഹിതം നടക്കണം, അവിടുത്തെ നാമം മഹത്വപ്പെടണം, കർത്താവേ അവിടുത്തെ സഭ പണിയപ്പെടണം, അവിടുത്തെ ജ്ഞാനം ഈ സഭയിലൂടെ, നമ്മുടെ ഈ കായംകുളത്തെ സഭയിലൂടെ അവിടുത്തെ ജ്ഞാനം വെളിപ്പെടുത്താൻ തക്കവണ്ണം കർത്താവേ അതിലെ ഒരു മെമ്പറായിട്ടുള്ള ഞാൻ, അതിലൊരു അവയവമായിട്ടുള്ള എന്നില് അവിടുത്തെ ജ്ഞാനം നിറയണം. ആ ഒരു ബാക്കിയുള്ള സഹോദരങ്ങളെ, അവരെ എന്നിൽ നിന്ന് വ്യത്യസ്തമായ സഹോദരങ്ങൾ, പക്ഷെ അവരോടൊരു ഐക്യത ഉണ്ടെങ്കിൽ അവിടെ ദൈവത്തിന്റെ ജ്ഞാനം, അല്ലെങ്കിൽ അവിടെ ഒരു സ്വരച്ചേർച്ചയില്ലായ്മ, ഒരു ഫ്രിക്ഷൻ, ഒരു ഉരസൽ ഉണ്ടെങ്കിൽ അവിടെ ദൈവത്തിന്റെ ജ്ഞാനം അല്ലെങ്കിൽ പിശാചിന്റെ ജ്ഞാനമായിരിക്കും വെളിപ്പെടുന്നേ. പിശാചിന്റെ ജ്ഞാനം എന്ന് കേട്ടിട്ടില്ലേ? അത് അവിടെ യാക്കോബിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ആ താഴെ നിന്നുള്ള ജ്ഞാനം, ഈ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പേ താഴെ നിന്നുള്ള ജ്ഞാനം, അത് പിശാചിനുള്ള ജ്ഞാനം ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞതല്ല. പിശാചിന്റെ അതിൻ്റെതായ ചില ബുദ്ധി, കുരുട്ട് ബുദ്ധി, കുബുദ്ധി എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതാ ഇതേ യാക്കോബ് 3:15 വാക്യത്തിൽ, ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായത്രേ. ബോഡി സോൾ സ്പിരിറ്റ് എന്ന് പറയുന്നത് പോലെ അത് ഭൗമികമാണ്, പ്രാകൃതമാണ്, പൈശാചികമായിട്ടുള്ള ജ്ഞാനം. എന്നാൽ പൈശാചിക ജ്ഞാനത്തിലൂടെയൊക്കെ പലരും കാശ് സമ്പാദിക്കുന്നു, പലതരത്തിലുള്ള പല അക്രമങ്ങൾ, അകൃത്യങ്ങളൊക്കെ ചെയ്ത് കാശ് സമ്പാദിക്കും. ലോകത്തിലെ സ്ഥാനമാനങ്ങളും ഉയർച്ചകളും ഒക്കെ നേടുന്ന പൈശാചിക ജ്ഞാനവും ഭൗമികമായ ജ്ഞാനവും പ്രാകൃതമായ നാച്ചുറൽ വിസ്റ്റം, ഏർത്ത്ലി നാച്ചുറൽ ഡിമോണിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ നമ്മുടെ സഭയില് ആ ഒരു യഥാർത്ഥത്തിലുള്ള ആ 7 തൂണുകളുള്ള ജ്ഞാനം, ആ സമാധാനവും ശാന്തതയും നിർമ്മലവും കരുണയും സൽഗുണങ്ങളും ഒക്കെ നിറഞ്ഞതും പക്ഷപാതവും കപടമൊന്നും ഇല്ലാത്തതായിട്ടുള്ള ആ ഒരു ജ്ഞാനം, ആ ജ്ഞാനം ആ ജ്ഞാനം ആരാണ്? ആ ജ്ഞാനം എങ്ങനെയാ നമുക്ക് കിട്ടുന്നത്? ഇതും കൂടെ പറഞ്ഞാൽ നിർത്താം. പരിശുദ്ധാത്മാവാണ് ജ്ഞാനത്തിന്റെ ആത്മാവ്. നമുക്ക് ആ വാക്യം എല്ലാവർക്കും അറിയാം. യേശയ്യാവ്
11-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തില് പരിശുദ്ധാത്മാവിന്റെ 7 ഗുണഗണങ്ങളെ കുറിച്ച് നമ്മളവിടെ വായിക്കുന്നുണ്ട്. നമ്മളത് വെളിപ്പാട് പുസ്തകത്തിൽ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുള്ളതാ. എങ്കിലും പത്രോസ് പറയുന്നത് നമുക്ക് ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു എന്ന് പറയുന്നത് പോലെ 7-fold വിസ്ഡം ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ് നമ്മള് വെളിപ്പാട് പുസ്തകത്തിൽ 7-fold ഹോളി സ്പിരിറ്റ് എന്ന് കാണുന്നുണ്ട്. 7 മടങ്ങ് ആത്മാവെന്ന് കാണുന്നുണ്ട്. ആ 7 കാര്യങ്ങള് യെശയ്യാവ് 11-ാം അധ്യായത്തിൽ പറയുമ്പോൾ ഞാൻ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, യഹോവയുടെ ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. അപ്പൊ ജ്ഞാനത്തിന്റെ ആത്മാവ് ആരാ? പരിശുദ്ധാത്മാവാണ്. അപ്പൊ യഥാർത്ഥത്തില് പരിശുദ്ധാത്മാവിലൂടെ ഈ ജ്ഞാനം നമ്മളിലൊന്നും അറിയുള്ളൂ. പരിശുദ്ധാത്മാവ് കൃപയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. കൃപദൈവം താഴ്മയുള്ളവർക്ക് നൽകുന്നു. നമ്മൾ തന്നെ താഴ്മയായിട്ട് വട്ടുപൂജയായിട്ട് കർത്താവേ എനിക്ക് അവിടുത്തെ ജ്ഞാനമില്ല, കുറവുണ്ട്, ഓരോ കാര്യത്തിൽ എങ്ങനെ ചെയ്യണം കാര്യങ്ങൾ കർത്താവെ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാ നമ്മളിലൊന്ന് നിറയൂ, ദൈവത്തിന്റെ ജ്ഞാനം നമ്മളിൽ നിറയുകയും അപ്പോ ഈ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് ആത്മാവിൽ ഐക്യപ്പെട്ടവരായിട്ട് ഒരു സഭയായിട്ട് ഒരു ശരീരവാദിന സഭയായിട്ട് പണിയപ്പെടാനൊക്കെ ദൈവം നമ്മളെ സഹായിക്കും. ജ്ഞാനത്തിന്റെ 7 തൂണുകളെ കുറിച്ച് പറയുമ്പോൾ അത് 8 ഉണ്ടല്ലോ എന്ന് നമുക്ക് സ്വാഭാവികമുള്ളൊരു ഡൗട്ട് തോന്നും. ഞാനത് ഒന്നുകൂടെ ഒന്ന് റെഫർ ചെയ്തപ്പോ ഫുൾ മെർസി ആൻഡ് ഗുഡ് ഫ്രൂട്ട് എന്നുള്ളത് ഒറ്റ കരുണയും പറഞ്ഞതെന്നുള്ളത് ഒറ്റ കാറ്റഗറി ആയിട്ടാണ് ഉള്ളത്. പിന്നെ കപടമില്ലാത്തത് പക്ഷപാതമില്ലാത്തത് 2ആയിട്ട്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ അത് ഗ്രീക്കിൽ നോക്കുമ്പോഴും അത് യുനോ കപടവും ഇല്ലാത്തത് ഒരു വാക്ക്, പക്ഷപാതം ഇല്ലാത്തത് ഓരോ വാക്കായിട്ട്. അപ്പം കരുണയും സൽഗുണവും നിറഞ്ഞതെന്നുള്ളത് ഒറ്റ കാറ്റഗറി ആയിട്ട്. അപ്പം അങ്ങനെ ആകുമ്പോൾ അങ്ങനെ അത് 7 കാറ്റഗറി വരുന്നത്. അപ്പോൾ 8ആയിട്ട് നമുക്ക് തോന്നിയാലും അത് 7 തന്നെയാണ്. ഗ്രീക്കിലും അത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ചിലപ്പം നമ്മുടെ ട്രാൻസ്ലേഷനിൽ ചിലപ്പോൾ അത് അങ്ങനെ ഒരു അപാകതയായിട്ട് ചിലപ്പം പെട്ടെന്ന് തോന്നിക്കൂടായികയില്ല. നമുക്ക് 198-ാമത്തെ പാട്ട് 198-ാമത്തെ പാട്ട് യാഹേ നീ എൻ ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ എന്നുള്ള ആ ഒരു പാട്ട്, അവിടെ കർത്താവ് തൻ്റെ ജ്ഞാനത്താൽ നമ്മളെ താങ്ങുന്നതിനെ കുറിച്ച് നമ്മൾ കർത്താവെ അവിടുത്തെ തൃക്കരത്താൽ എന്നെ താങ്ങണം, നമ്മൾ ഒരു പോരാട്ടത്തിലാണ് ഉള്ളത്. ദൈവത്തിൻ്റെ ജ്ഞാനം കർത്താവ് നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ വ്യക്തി ജീവിതത്തിലൂടെ, നമ്മളുടെ കുടുംബജീവിതത്തിലൂടെ, തൊഴിൽ ജീവിതത്തിലൂടെ, സഭാ ജീവിതത്തിലൂടെയൊക്കെ കർത്താവ് അത് ദുഷ്ടാത്മസേനയ്ക്ക്, സ്വർലോകങ്ങളിലുള്ള ദുഷ്ടാത്മസേനയ്ക്ക് കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ വലിയൊരു പോർക്കളത്തിലാണ്. അതാ 5-ാമത്തെ സ്റ്റാൻസിൽ നമ്മൾ പാടുന്ന 198-ാമത്തെ പാട്ട് 5-ാമത്തെ സ്റ്റാൻസിൽ പോർക്കളം മുൻപിൽ ഞാൻ പിന്മാറുകയോ പടിവാതിൽ ഇനി തളരുകയോ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ ചെയ്യുന്നു, മുമ്പോട്ട് ഓടുന്നു. പഴയ കാര്യങ്ങളെ ഓർത്ത് നമ്മൾ നിരാശപ്പെടുകയോ പഴയ കാര്യങ്ങളെ ഓർത്ത് നിഗളിക്കാനോ ഒന്നും നമുക്കില്ല. എന്നാൽ കർത്താവിലേക്ക് നോക്കി നമ്മൾ ഓടുന്നു. നമ്മൾ ആഴിയുടെ ആഴമൊന്നും ആരായാതെ, അലകളൊന്നും ഭയപ്പെടാതെ ഞാൻ ഇറങ്ങി. പത്രോസ്, നീയാണെന്നുണ്ടെങ്കിൽ എന്നോട് വരിക എന്ന് പറഞ്ഞ് പത്രോസ് അങ്ങ് ഇറങ്ങി തിരിച്ചു. കുറച്ച് കഴിയുമ്പോൾ അയ്യോ ഇത് കടലിലോട്ടാണല്ലോ കാര്യം വെച്ചേക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുന്നത്. അപ്പൊ അതുപോലുള്ളൊരു നടപ്പാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം. കർത്താവിൻ്റെ വിളികയായിട്ട് നമ്മളങ്ങ് ഇറങ്ങി തിരിച്ചു. എന്നാൽ സ്വാഭാവികമായിട്ട് പറയുകയാണെങ്കിൽ ഇത് കടലിന്റെ മേലെ നടക്കുന്നത് പോലെ അതീന്ദ്രിയമായിട്ടുള്ളൊരു ജീവിതത്തിലേക്കാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത്. ആഴിയെന്ന് ഓർത്തില്ല, ആഴം ആരാഞ്ഞില്ല, അലകൾക്കും ഒന്നും ഭയപ്പെട്ടില്ല, ഞാൻ സമുദ്രത്തിന് നടുവിൽ നിന്റെ വിളികിയിട്ട് ഞാൻ പിൻവരുവാനായിട്ട് വന്നു എന്ന അലറുന്ന ആഴിയുടെ അല അധികപൂർവമായിട്ട് തോന്നുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിലെ ഭീതിയൊക്കെ നിറയുമ്പോഴും കർത്താവെ പാദങ്ങൾ അങ്ങ് താണു പോകുന്നവർക്ക് തോന്നുന്നു. എന്നെ തൃക്കരത്താൽ, അവിടുത്തെ ജ്ഞാനത്തിൻ്റെ തൃക്കരത്താൽ അവിടെ നിന്നെ താങ്ങണം. ഇനിയും വലിയ ഭക്തന്മാരൊക്കെ ശക്തന്മാരൊക്കെ തകർന്നു വീണ ആ ഒരു പോർക്കളം, അവരുടെ അസ്ഥികൂടങ്ങളൊക്കെ ഭീകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പോർക്കളത്തിലുണ്ട്. ഈ ലോകത്തിന്റെ ശക്തികളൊക്കെ ഭക്തന് വിപരീതമാണ്. എന്നാൽ അവിടുത്തെ ജ്ഞാനത്താൽ, അവിടുത്തെ ബലത്താൽ എന്നെ താങ്ങണം. ഞാൻ പിന്മാറിപ്പോവാനുള്ളവനല്ല, ഞാൻ എല്ലാം ആത്മനിയോഗൽ അർപ്പണം ചെയ്യുന്നു. എനിക്ക് അല്പമേ ഉള്ളൂ, 5 അപ്പമേ ഉള്ളൂ. എന്ന ആ 5 അപ്പം കർത്താവേ അമ്പാരം ചെയ്തതുപോലെ ഞാൻ അങ്ങേക്ക് തരുന്നു. അവിടുന്ന് അത് കാര്യങ്ങളെ ചെയ്യും. ഉന്നതനെ തവ തൻ സേവയും ജീവിതം ഒന്നു മതി എനിക്ക് ഉലകിൽ അങ്ങേ ശുശ്രൂഷിച്ചുകൊണ്ട് അവിടെ ഇഷ്ടം ചെയ്തുകൊണ്ട് എനിക്ക് ജീവിക്കണം. അതിനായിട്ട് കർത്താവേ അവിടുത്തെ ആത്മാവിനാൽ നിറച്ച്, കർത്താവിൻ്റെ ആത്മാവിനാലാണ്, പരിശുദ്ധാത്മാവിന് നിറവിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിലൊന്നും നിറയുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മളിലൊന്നും നിറയണമെങ്കിൽ നമ്മളുടെ പ്രാണനെ, നമ്മളുടെ സ്വന്തം ഇഷ്ടത്തെ യാഗമായിട്ട് സമർപ്പിക്കുമ്പോൾ, നമ്മളിപ്പം പറയുന്നത് പോലെ നമ്മെ തന്നെ
താഴ്ത്തി കർത്താവെ സ്വന്തം ഇഷ്ടത്തെ കർത്താവ് എൻ്റെ ഇഷ്ടം പോലെ അവിടുത്തെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ് ഞാൻ എന്നെ തന്നെ താഴ്ത്തി പരിശുദ്ധാത്മാൻ പ്രേരണയ്ക്ക് തന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ ജ്ഞാനത്താൽ നമ്മളെ നിറച്ച് നമ്മളെ ജ്ഞാനം നമ്മളിലൂടെ നമ്മുടെ കൂടുതൽ മറ്റുള്ളവരിലേക്ക് ആ ജ്ഞാനം പകരുവാൻ നമ്മളുടെ കൂട്ടായ്മയിലെ സഭയിലെ ജോലി സ്ഥലത്തെല്ലാം പല മേഖലകളിലും ഒരു ദിവസവും നമ്മൾ എത്രയോ തീരുമാനങ്ങൾ എടുക്കുന്നു, എത്രയോ വാക്കുകൾ പറയുന്നു. അവിടെ എല്ലാം കർത്താവെ അവിടുത്തെ ജ്ഞാനത്തോടെ അങ്ങേ ധരിച്ചവരായിട്ട് അവിടുത്തെ ജ്ഞാനത്തോടെ കാര്യങ്ങളെ ചെയ്യുവാനും കാണുവാനും പറയുവാനും ഒക്കെ കർത്താവെ അതിനായിട്ട് അവിടെ നിന്നെ സഹായിക്കണം. ആ പ്രതലത്തിലുള്ള കർത്താവിൻ്റെ സഹായത്തിനായിട്ട് നോക്കിക്കൊണ്ട് കർത്താവിനെ നോക്കി നമുക്ക് പാടാം. അതെ കർത്താവെ, അവിടുത്തെ നാമം മാത്രം സ്തുത്യർഹമാണ്. ഞങ്ങൾ എത്ര കുറവുള്ളവരാണ്, എത്ര ജ്ഞാനത്തിൽ കുറവുള്ളവരാണ് കർത്താവെ. അവിടുത്തെ ആ സ്വർഗീയ ജ്ഞാനത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണം ഞങ്ങളുടെ ജീവിതത്തിൽ. അതേ കർത്താവെ, ഞങ്ങൾക്ക് വേണം കർത്താവെ. ആ ഒരു വിസ്ഡം ഓഫ് ഗോഡ് കർത്താവെ, ആ ഒരു ജ്ഞാനം അത് ചിലർക്കാർക്കൊന്നും അല്ലല്ലോ, ഈ ലോകത്തിന് മാത്രമല്ല കർത്താവെ, അത് സമൂഹങ്ങളിലുള്ള ദുഷ്ടാത്മസേനയ്ക്കും അവിടുത്തെ ജ്ഞാനം കാണിച്ചു കൊടുക്കുവാൻ അങ്ങ് ഈ ഞങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവെ, അത് എത്ര വലിയൊരു ഉത്തരവാദിത്വമാണ്, എത്ര വലിയൊരു പദവിയാണ്, എന്നാൽ എത്ര വലിയൊരു ഉത്തരവാദിത്വമാണ് കർത്താവെ. ഞങ്ങൾ എത്ര ഭോഷന്മാരാണ് കർത്താവെ, ഞങ്ങൾ എത്ര ജ്ഞാനത്തിൽ കുറവുള്ളവരാണ്, എന്നാൽ ക്രിസ്തുവാണല്ലോ ഞങ്ങളുടെ ജ്ഞാനം. ഞങ്ങളങ്ങേ പറ്റിച്ചേരുന്നു കർത്താവെ. കൊമ്പനും മുന്തിരിവടിയിൽ വസിച്ചിട്ടില്ലാതെ എങ്ങനെ ജ്ഞാനമാകുന്ന ഫലം കായ്ക്കാൻ ഒക്കും കർത്താവെ. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ആ യഹോവ ഭക്തി, യഹോവയെ ആദരങ്ങളോടെയുള്ള ആ ഒരു റവറൻഷ്യൽ ഫിയർ കർത്താവെ, അതാണല്ലോ ജ്ഞാനത്തിന്റെ ആരംഭം. സദൃശവാക്യം 9:10 ഞങ്ങളത് വായിക്കുന്നു. ആ യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആരംഭം. സദൃശവാക്യം 1:7 പരിജ്ഞാനത്തിന്റെ ആരംഭം കർത്താവെ, അത് യഹോവ ഭക്തിയാണ്. ബിഗിനിങ് ഓഫ് നോളജ്, അങ്ങേ അറിയുന്നതിൻ്റെ ആരംഭം, അങ്ങേ അറിയുന്ന ആ പരിജ്ഞാനത്തിൻ്റെ ആരംഭവും ആ ജ്ഞാനത്തെ കർത്താവെ, അവിടുത്തെ ആ സ്വഭാവം, അവിടുന്ന് കാര്യങ്ങൾ നോക്കിക്കണ്ട് ചിന്തിക്കുന്നത് പോലെ, പറയുന്നത് പോലെ, ചെയ്യുന്നത് പോലെ ചെയ്യുവാനുള്ള ഒരു ജ്ഞാനത്തിന് ആരംഭം അങ്ങേ ആ ബഹുമാനത്തോടെയുള്ള ആ ഒരു ഭയഭക്തിയാദരങ്ങളോടെയുള്ള ഒരു ഭയഭക്തിയാണല്ലോ കർത്താവെ. ആ ബഹുമാനത്തോടെയുള്ള ഒരു ഭയം, അതെ കർത്താവെ, അത് പരിശുദ്ധാത്മാവാണ്. ആ ഭയത്തിന്റെ ആത്മാവും ദൈവഭയത്തിന്റെ ആത്മാവും ജ്ഞാനത്തിന്റെ ആത്മാവും എല്ലാം പരിശുദ്ധാത്മാവാണെന്ന് ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണം. അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കുമ്പോൾ ആ ഒരു യഹോവ ഭയം, കർത്താവിനോടുള്ള വലിയൊരു ബഹുമാനവും ബഹുമാനവും ഞങ്ങളിൽ ഒന്ന് നിറയും. അത് കർത്താവ് ഞങ്ങളുടെ ജ്ഞാനത്തിന് ആരംഭമാണല്ലോ. ഞങ്ങൾക്ക് ജ്ഞാനത്തിന് കുറവുണ്ടെങ്കിൽ ഞങ്ങളെ വഴക്ക് പറയാതെ വാത്സല്യത്തോടെ വാരിക്കൂരി നൽകുന്ന ഒരു പിതാവ് ഞങ്ങൾക്കുണ്ട്. അതെ കർത്താവ്, ഞങ്ങൾക്ക് അങ്ങയുടെ അടുക്കിലേക്ക് വരാം. ക്രിസ്തുവാകുന്ന ജ്ഞാനത്തെ ഞങ്ങൾക്ക് അധികമായിട്ട് വേണം. ഈ സാഹചര്യത്തിൽ എന്ത് പറയണം, എങ്ങനെ തീരുമാനിക്കണം, എന്ത് ഡിസിഷൻ എടുക്കണം, എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കാതിരിക്കണം, എന്ത് ചെയ്യണം, ചെയ്യാതിരിക്കണം, കർത്താവേ, എന്ത് ചിന്തിക്കണം, എന്ത് പ്ലാൻ ചെയ്യണം എന്നറിയാത്ത സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ വരുമ്പോൾ കർത്താവേ, ജ്ഞാനത്തിൽ കുറവുണ്ടെന്ന് അറിഞ്ഞ്, കർത്താവേ, ജ്ഞാനം ഒട്ടും തന്നെ ഇല്ലെന്നറിഞ്ഞ് അങ്ങയിൽ തന്നെ ചാരുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. അവിടുന്ന് തന്നെ അവിടുത്തെ ന്യായപ്രമാണം അത് അല്പങ്ങൾക്ക് ജ്ഞാനം ഏൽക്കുന്നു എന്ന് ഞങ്ങൾ 119 സങ്കീർത്തനത്തിൽ വായിക്കുന്നു. അതെ കർത്താവേ, അവിടുത്തെ വചനമാണല്ലോ ഞങ്ങൾക്ക് ജ്ഞാനം നൽകുന്നത്. ആ വചനത്തിൽ തന്നെ വേരൂന്നുവാൻ ഞങ്ങളെ സഹായിക്കണം കർത്താവേ. അവിടുത്തെ ജ്ഞാനത്താൽ, അവിടുത്തെ വചനത്താൽ ഞങ്ങളെ നിറയ്ക്കണം. അതെ കർത്താവേ, ഞങ്ങളെ കാണുന്നവർക്ക് യേശുവിൻ്റെ ജ്ഞാനത്തെ കാണുവാൻ, ഞങ്ങളുടെ ഞങ്ങളുടെ ഐക്യം കാണുമ്പോൾ, അത് ദൈവത്തിൻ്റെ ജ്ഞാനം, ഇങ്ങനെ ഇത്രയും ഓപ്പോസിറ്റായിട്ടുള്ള സ്വഭാവ സവിശേഷതകളുള്ള ആ ഒരു പഴംപൊരിയും ബീഫിൻ്റെയും കോമ്പിനേഷൻ എന്ന് പറഞ്ഞതുപോലെ ഇത്രയും കർത്താവെ വ്യത്യസ്തതകളുള്ള കർത്താവെ ആൾക്കാരെ അവിടുന്ന് എങ്ങനെ ഒരു ശരീരമാക്കി തീർക്കുന്നു. ഇത്ര വ്യത്യസ്തതകളുള്ള ഭാര്യയും ഭർത്താവും എങ്ങനെ അവര് ഒരു മനസ്സോടെ അവർ ക്രിസ്തു ഒന്നായിരിക്കുന്നു. കുഞ്ഞുങ്ങളെ പരസ്പരം പോരടിക്കാതെ, സഹോദരങ്ങൾ പരസ്പരം പോരടിക്കാതെ, അപ്പനമ്മമാര് കുഞ്ഞുങ്ങളെ പ്രകോപിപ്പിക്കാതെ, കുഞ്ഞുങ്ങൾ അപ്പനമ്മമാർക്ക് കീഴടങ്ങിയിരിക്കുന്ന ആ ഒരു ജ്ഞാനം
ഞങ്ങളുടെ കുടുംബം കാണുമ്പോൾ അത് കർത്താവ് അത് ലോകക്കാർക്കും പിശാചിനുമൊക്കെ ആ, അത് കൺഫ്യൂഷൻ ആവത്തേ ഉള്ളൂ. ഇവർക്ക് ഇത് ദൈവത്തിൻ്റെ ജ്ഞാനം തന്നെ, ദൈവത്താലല്ലാതെ ഇത് യഹോവയാൽ സംഭവിച്ചത്, ഇത് ഞങ്ങൾക്ക് ആശ്ചര്യകരമെന്ന് അവർ പറയത്തക്കവണ്ണം കർത്താവെ ഞങ്ങളുടെ കുടുംബത്തെ അവിടത്തേക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയണം. അങ്ങനെ ആ കുടുംബങ്ങൾ ചേർന്ന് വന്ന് ഞങ്ങളുടെ സഭയിൽ ഞങ്ങൾക്ക് പരസ്പരമുള്ള ഒരു ഐക്യം, അതേ കർത്താവെ ഞങ്ങൾ യഹൂദനും യവനനും എന്ന വണ്ണം ഞങ്ങൾ പല പല കർത്താവെ പല പല സാഹചര്യങ്ങളിൽ നിന്നും സംസ്കാര പാരമ്പര്യ പശ്ചാത്തലങ്ങളൊക്കെ ഉള്ളവരാണ്. എന്നാൽ അങ്ങനെയുള്ളവരായ ഞങ്ങൾ കർത്താവെ എങ്ങനെ അങ്ങയിൽ ഒന്നായിരിക്കുന്നു, എങ്ങനെ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം വിട്ട് സ്നേഹിക്കുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ കണ്ട് കർത്താവെ ലോകം മണ്ടറടിക്കുവാൻ തക്കവണ്ണം കർത്താവെ അവിടുത്തെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. അവിടുന്ന് അത് ചെയ്യുന്നതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, താങ്ക് യു. അവിടുന്ന് ചെയ്യും, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ വിശ്വാസത്തോടെ കർത്താവെ, വിശ്വാസത്തോട് ചോദിച്ചോടും നാം വിശ്വാസത്തോട് ചോദിച്ചാൽ അത് കിട്ടുമെന്ന് അവിടുന്ന് പറഞ്ഞുവല്ലോ. അത് കർത്താവെ അവിടുന്ന് ഞങ്ങൾക്ക് അജ്ഞാനം ഒരുപാട് തരുമെന്നുള്ളൊരു വിശ്വാസത്തോടെ ഞങ്ങൾ അങ്ങയോട് ചോദിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. ഹല്ലേലൂയ, താങ്ക് യു ഫാദർ. നന്ദി യേശുവേ നന്ദി. പ്രൈസ് യു ലോർഡ്, സ്തുതിക്കുന്നു. നന്ദി കർത്താവെ, നന്ദി. അവിടുത്തെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ. അവിടുത്തെ ജ്ഞാനത്താൽ ഞങ്ങളെ നിറയ്ക്കണം കർത്താവെ. ആ ജ്ഞാനം മനുഷ്യരുടെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നു എന്ന് കർത്താവെ ഞങ്ങൾ സഭാപ്രസംഗി 8:1 വായിക്കുന്നത് പോലെ കർത്താവെ ആ ജ്ഞാനം കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിലുള്ള പ്രകാശം ഞങ്ങളുടെ മുഖത്തിലൂടെ, ഞങ്ങളുടെ പ്രവൃത്തികളിലൂടെ, വാക്കുകളിലൂടെ ഒക്കെ മറ്റുള്ളവർക്ക് ലഭിക്കട്ടെ. കർത്താവെ ഞങ്ങൾക്കായിട്ട് ഒന്നും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉരുവാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ യേശുവേ, ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങളിൽ വന്ന് നിറഞ്ഞാട്ടെ. നല്ല കർത്താവെ നന്ദി. അവിടുന്ന് ചോദിക്കുന്നത് നിരക്കുന്നില്ല, അത്യന്തപരമായിട്ട് ചെയ്യും. ഞങ്ങൾ കർത്താവെ ഈ കായംകുളത്തെ ഈ കൊച്ചു സഭയിലൂടെ അവിടുന്ന് ദുഷ്ടാത്മസേനയ്ക്ക് അവിടുത്തെ ജ്ഞാനത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനായിട്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. അതേ കർത്താവെ, ഞങ്ങൾ കുറവുള്ളവരാണ് എന്ന് അവിടുന്ന് അത് ചെയ്യും. ഞങ്ങൾ കർത്താവെ അതുപോലെ ഞങ്ങളെ അവിടുന്ന് ഒരു ശരീരമായിട്ട് പണിയും. അത് അവിടുത്തെ പ്രവൃത്തിയാണ്. അതേ കർത്താവെ, ഞങ്ങൾ അതിനായിട്ട് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥന കേട്ടതിനെ ഒന്ന് സ്തുതിക്കുന്നു. നന്ദി യേശുവേ നന്ദി. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്ന എല്ലാ യേശുവിൻ്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.